കാണുന്നില്ലേ? ഇടയ്ക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോ, കുഴപ്പമില്ല. എടുക്കുന്നതിൻ്റെ ഇടയിലായാലും കുഴപ്പമില്ല. സോ LD എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പും കൂടി ഉണ്ട്. ഇന്നലെ PCA, TSN, UMAP. അതേപോലെ തന്നെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് LD എന്ന് പറഞ്ഞിട്ട്. ലീനിയർ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് ഈസ് എ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക് ദാറ്റ് പ്രൊജക്ട് ഡാറ്റ ഇൻ ടു എ ലോവർ ഡയമെൻഷണൽ സ്പേസ് വൈൽ മാക്സിമൈസിങ് ദ സെപ്പറബിലിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഇന്നലെ ആ ഒരു ലാസ്റ്റ് UMAP എന്നുള്ള ഒരു ടൈപ്പൊക്കെ എടുത്തപ്പോൾ അതിൽ മാക്സിമം ഗ്ലോബൽ സ്ട്രക്ചറും ലോക്കൽ സ്ട്രക്ചറും കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ക്ലാസ് കേട്ടാൽ മതി. ജസ്റ്റ് ഗ്ലോബൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്പറേറ്റ് ക്ലാസ്സസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് പ്രിസർവ് ചെയ്യും. അതേപോലെ തന്നെ ലോക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലസ്റ്ററായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സിംഗിൾ ക്ലസ്റ്ററിലുള്ള എല്ലാ പോയിൻറ്റ്സും അത് ഏകദേശം സിമിലർ ആയിരിക്കും. സോ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും എന്നൊക്കെ വെച്ചിട്ടാണ് ലോക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു LDA എന്നുള്ള മെത്തേഡിലേക്ക് വരുമ്പോൾ ആ ലോക്കൽ സ്ട്രക്ചറും ഇതിൻ്റെ കൂടെ തന്നെ ഈ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള സെപ്പറബിലിറ്റിയും കൂടി മാറ്ററാണ്. അപ്പോൾ ആ ഒരു ഐറിസ് ഫ്ലവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെറ്റോസ എന്നുള്ള ടൈപ്പും ബാക്കിയുള്ള രണ്ട് ടൈപ്പും തമ്മിൽ ഓവർലാപ്പിംഗ് വരുന്നുണ്ടായിരുന്നില്ല. ബാക്കി വേഴ്സിക്കളർ ആൻഡ് വിർജിനിക്ക എന്ന് പറയുന്നത് ഏകദേശം സിമിലർ പോയിൻറ്റ്സ് വരുന്നതുകൊണ്ട് ഓവർലാപ്പിംഗ് വരുന്നുണ്ടായിരുന്നു, അല്ല ഗ്രാഫ് കാണിച്ചു തന്നപ്പോൾ. സോ ആ ഒരു സെപ്പറബിലിറ്റി മാക്സിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു LDA എന്നുള്ള മെത്തേഡും കൂടി യൂസ് ചെയ്യുന്നത്, വിച്ച് ഫോക്കസസ് പ്യുവർലി ഓൺ വേരിയൻസ്. സോ എത്രമാത്രം അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നോ ആ ഒരു ടൈപ്പ് LDAയിൽ യൂസ് ചെയ്യുന്നുണ്ട്. LDA യൂസസ് ക്ലാസ് ടേബിൾസ് ടു മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആൻഡ് മിനിമൈസ് സ്പ്രെഡ് വിത്തിൻ ദി സെയിം ക്ലാസ്. സോ നമ്മൾ ആ ഒരു UMAP അല്ലെങ്കിൽ TSNയിൽ നോക്കുമ്പോൾ ഓരോ ഡാറ്റ പോയിൻറ്റ്സ് എന്നുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു മെഷർ ചെയ്തായിരുന്നു. ഇപ്പോൾ UMAPൽ കുറച്ചുകൂടി ഒരു 16 പോയിൻറ്റോ ആ ഒരു ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിൻറ്റ്സും n നമ്പർ ഓഫ് നോട്ട്സിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് അത് അറ്റ് എ ടൈം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഈ ഒരു LDAയിലും മാക്സിമം ആ ഒരു സെപ്പറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് LDA മാക്സിമൈസ് ബിറ്റ്വീൻ ക്ലാസ് വേരിയൻസ്. ഓരോ ക്ലാസ്സും തമ്മിലുള്ള, ഇപ്പോൾ ഐറിസ് വേഴ്സിക്കളർ എന്നുള്ള ഒരു ക്ലാസ്സാണ്, ഐറിസ് വിർജിനിക്ക, ഐറിസ് സെറ്റോസ, 3 ക്ലാസ്സാണ്. ആ 3 ക്ലാസ്സിലും മാക്സിമം സെപ്പറബിലിറ്റി കൊടുക്കുക എന്നാണ്. മാക്സിമം അതിനെ തിരിച്ചറിയാൻ പറ്റണം. ഈ പോയിൻറ്റ്സ് ഓവർലാപ്പ് ചെയ്ത് കിടന്നാലും അതിനെ തിരിച്ചറിയാൻ പറ്റണം. അതാണ് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. മാക്സിമൈസ് ബിറ്റ്വീൻ ക്ലാസ് വേരിയൻസ്, എൻഷുവർ ക്ലാസ്സസ് ആർ ആസ് ഫാർ ആസ് എപ്പാർട്ട് പോസിബിൾ. സോ അതിൽ എന്തൊക്കെ ഡിഫറൻസസ് വരുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഈ ഒരു പോയിൻറ്റ്സിനെ മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക, അതാണ് ഇതിൽ ചെയ്യുന്നത്. മിനിമൈസ് വിത്തിൻ ക്ലാസ് വേരിയൻസ്. സോ ആ ഒരു സെയിം ക്ലാസ്സിലുള്ള, ഇപ്പോൾ സെറ്റോസ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഷീസിൻ്റെ ട്രേറ്റ്സ് മാത്രമായിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ സിമിലർ പോയിൻറ്റ്സ് ആയിരിക്കും ആ ഒരു സെയിം ക്ലസ്റ്ററിൽ വരുന്നത്. അതേപോലെ തന്നെ വേഴ്സിക്കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ക്ലസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റൊക്കെ ആ വേഴ്സിക്കളറിൻ്റെ പോലത്തെ പോയിൻറ്റ്സ് മാത്രമായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ആ ഒരു വിർജിനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് സ്പീഷീസ് എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം വിർജിനിക്കയുടെ മാത്രം ട്രേസ് കാണിക്കുന്ന കുറച്ചതുണ്ടാവും. ഏകദേശം ഓവർലാപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സ് വരുന്നുണ്ട് വേഴ്സിക്കളറും വിർജിനിക്ക തമ്മിൽ. സ്റ്റിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ മാക്സിമം ഈ ഒരു ഇന്നർ ക്ലാസ് വേരിയൻസ് ലോവർ ആക്കും. ആൻഡ് ഔട്ടർ ആയിട്ടുള്ള ആ ഒരു ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുകയാണ് LDAയിൽ ചെയ്യുന്നത്. പ്രിസർവ് ക്ലാസ് സെപ്പറബിലിറ്റി മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ആയിട്ട് തിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, യെസ് ഓർണ ആ ഒരു ടൈപ്പൊക്കെ, ആ ഒരു ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ക്ലാസ് സെപ്പറബിലിറ്റി മാക്സിമം പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ മീൻ കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ഈച്ച് ക്ലാസ്. എല്ലാ ക്ലാസ്സിൻ്റെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ക്ലാസ് വൈസ് മീൻ. കാൽക്കുലേറ്റ് ദ ഗ്ലോബൽ മീൻ ഓഫ് എൻ്റയർ ഡാറ്റ സെറ്റ്. സോ അതിൻ്റെ ഒരു ഗ്ലോബൽ മീനും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്ലോബൽ മീൻ എന്ന് പറയുമ്പോൾ ആ 3 ക്ലാസ്സിൻ്റെയും കൂടിയും ഒരു ആവറേജ് എടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ അതിൽ ഒരു പോയിൻ്റിൽ തന്നെ
നിയർലി ക്ലസ്റ്റേഴ്സിലേക്കുള്ള നിയർ ബൈ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെൻറ്റർ പോയിൻ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏത് ക്ലസ്റ്ററിൽ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു പോയിൻറ്റ്സ് കൗണ്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു. നിയർ ബൈ ഡിസ്റ്റൻസിലുള്ള ഓരോ പോയിൻറ്റ്സ് മാത്രം അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. സോ ഈ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്ലോബൽ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്കാറ്റർ മെട്രിസസ് വിത്തിൻ ക്ലാസ് സ്കാറ്റർ മെട്രിക്സ് SW എന്നാണ് പറയുക. മെഷേഴ്സ് ദ സ്പ്രെഡ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് വിത്തിൻ ഈച്ച് ക്ലാസ്. ഈ സ്പ്രെഡ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ n പോയിൻറ്റ്സ് ഒരു 16 ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ചുറ്റുമുള്ള എത്ര പോയിൻറ്റ്സ്, ഇപ്പോൾ 150 ഡാറ്റ ആയിരുന്നു മറ്റേ ഐറിസിൻ്റെ ഡാറ്റ സെറ്റിൽ ഉണ്ടായിരുന്നത്. ആ 150 ഡാറ്റേനെയും അതായത് ഈ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്ന് n പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 16 പോയിൻറ്റ്സ് ഒക്കെയാണ് കൊടുക്കണമെന്ന് വയ്ക്കുക. n കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് 2 എന്നാണ് കൊടുക്കുന്നത്. സോ ഇതിൻ്റെ വാല്യൂ കൂടുന്തോറും മാക്സിമം അതിൻ്റെ ഫോക്കസ് കൂടും. ഇപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് ഗ്രീനാണ് എടുക്കുന്നതെങ്കിൽ ഇത് കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരു സെൻറ്റർ പോയിന്റ് ഗ്രീനാണ് എടുക്കുന്നതെങ്കിൽ ഒരു 16 പോയിൻറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇതിൽ ഗ്രീനോ ഓറഞ്ചോ ഒന്നുമില്ല, മാക്സിമം അതിൻ്റെ നിയർലി വരുന്ന 16 പോയിൻ്റാണ് എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് അതിൻ്റെ ആ ഒരു ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു ഫോക്കസിൽ വരുന്ന അത് എത്രമാത്രം സെപ്പറേറ്റ് എന്താണ് ഓൺലൈൻ എന്തില്ല ഓക്കെ. ഈ ഒരു ടൈപ്പിൽ മാക്സിമം നോക്കുന്നത് ഈ പോയിൻറ്റ്സ് മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണം, ഓവർലാപ്പിംഗ് അല്ലാണ്ട്. ഇത് 3Dയിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു പോയിൻറ്റിങ് കിട്ടും. ഇപ്പോൾ യു മാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ പോയിൻറ്റ്സ് ഇത് സൂപ്പർവൈസ്ഡ് യു മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പാണ്. സോ ഈ പോയിൻറ്റ്സിൻ്റെ സെപ്പറേഷൻ തന്നെയാണ് അതിൽ ഗ്ലോബൽ സ്ട്രക്ചേഴ്സും ലോക്കൽ സ്ട്രക്ചേഴ്സും പ്രിസർവ് ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞു. ഗ്ലോബൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടലി ഈ ക്ലസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഡിസ്റ്റൻസസും ഇതൊക്കെ കവർ ചെയ്യുന്നത്, ക്ലസ്റ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്. ആൻഡ് സ്റ്റിൽ അതിൻ്റെ ഇന്നർ ക്ലസ്റ്റേഴ്സിലുള്ള ആ ഒരു പോയിൻറ്റ്സിനെ ആ ഒരു കണക്ഷൻസ് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തുന്നത്. സോ ഈ സിംഗിൾ ഗ്രീൻ ക്ലസ്റ്ററിലുള്ള ആ ഒരു പാറ്റേൺസും അത് ലേൺ ചെയ്യും. ആൻഡ് ഈ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും യു മാപ്പ് എന്നുള്ളതിൽ ലേൺ ചെയ്യും. അത് ലീനിയർ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസിൽ വരുമ്പോൾ കുറച്ചുകൂടി ആ പോയിൻറ്റ്സിനെ മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് നിർത്താനുള്ള പോലെയാണ് നോക്കുക. ഈ 3 ക്ലസ്റ്റേഴ്സ് തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താമെന്നുള്ളത്. ദെൻ അതിൽ തന്നെ വരുന്നതാണ് ബിറ്റ്വീൻ ക്ലാസ് സ്കാറ്റർ മെട്രിക്സ്. മെഷേഴ്സ് ദ സ്പ്രെഡ് ബിറ്റ്വീൻ ദ മീൻ ഓഫ് ഈച്ച് ക്ലാസ് ആൻഡ് ദ ഗ്ലോബൽ മീൻ. അപ്പോൾ ഈ പോയിന്റ് വൈസ് ഇപ്പോൾ എത്ര പോയിന്റ് സെറ്റ് ചെയ്യുന്നു അതിൻ്റെ ഡിസ്റ്റൻസസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയർ ബൈ ഉള്ള ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞ ഇതിലുള്ള മാക്സിമം പോയിൻറ്റ്സ് ആണ് അവിടെ നിന്ന് കവർ ചെയ്യുന്നത്. അതിൽ എത്ര പോയിൻറ്റ്സ് സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 16 ആണ് നോർമലി സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്തുള്ള 16 പോയിൻറ്റ്സിലോട്ട് അതിൻ്റെ ഫോക്കസ് അറ്റ് എ ടൈം പോകും. നെക്സ്റ്റ് ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഒരു 16 പോയിൻറ്റ്സ് അവിടെ നിന്ന് നിയർ ബൈ ഉള്ളത് എടുക്കും. സോ അങ്ങനെ എല്ലാ പോയിൻറ്റ്സിനും ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പോയിന്റിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 16. സോ എല്ലാ പോയിൻറ്റ്സിനും ആ ഒരു നിയർ ബൈ പോയിൻറ്റ്സ് എത്ര ഫോക്കസ് കൊടുക്കണോ അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഈ പ്ലോട്ടിങ്ങിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഈ ഒരു 2 ലൈൻ കോഡ് മാത്രമേ വരുള്ളൂ. LDS = ലീനിയർ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, അതിൻ്റെ പാരാമീറ്റർ n കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞിട്ട്
എക്സ് എൽ ഡി എ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. പി സി ഐയിലും തന്നെ വരുന്ന യു മാപ്പിലും ജസ്റ്റ് ആ ഒരു പാരാമീറ്റേഴ്സ് 1-2 വരുന്നുണ്ട് എന്നുള്ളൂ. ഇത്ര മാത്രമാണ് കോഡ് വരുന്നത്. ഇതിന് ഓൾറെഡി ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ സ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യും. ദെൻ ആ ഒരു ഡാറ്റയാണ് നമ്മൾ പിന്നെ പ്രഡിക്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, മേ ബി മറ്റേ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ, കാരണം അതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. Then solve the eigenvalue problem. Compute eigenvalues and eigenvectors from SB inverse SW. ഇപ്പോൾ ഈ ബിറ്റ്വീൻ ക്ലാസ് സ്കാലർ മെട്രിക്സും ഈ ഒരു വിത്തിൻ ക്ലാസ് സ്കാറ്റർ മെട്രിക്സും ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് ഈഗൺ വാല്യൂസിൻ്റെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കമ്പ്യൂട്ട് ഈഗൺ വാല്യൂസ് ആൻഡ് ഈഗൺ വെക്റ്റേഴ്സ്. ഈഗൺ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളൂ. ഈഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത്. ഇപ്പോൾ പി സി യിലാണെന്നുണ്ടെങ്കിൽ ഈഗൺ വെക്റ്റേഴ്സും ഈഗൺ വാല്യൂസും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഡാറ്റാസിനെ മാക്സിമം വേരിയൻസ് വരുന്ന രീതിയിൽ വേറൊരു ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നത്, മാക്സിമം വേരിയൻസ് വരുന്ന ഡയറക്ഷനിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നത്. സെലക്ട് ഈഗൺ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ടാർഗറ്റ് ഈഗൺ വാല്യൂസ് ടു പ്രൊജക്ട് ഡാറ്റ ഓൺ ടു എ സബ്സ്പേസ് വിത്തിൻ ഡിസൈഡ് ഡയമെൻഷൻസ്. സെയിം പ്രോസസ്സാണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. ആ വേരിയൻസ് ഇതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് പി സി എ ചെയ്യുന്ന പോലെ. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി എ ലീനിയർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഈ 3 ടൈപ്പ് എൽ ഡി എ ആൻഡ് യു മാപ്പ് ആൻഡ് ടി എസ് എൻ ഇ ഇത് മാക്സിമം നോൺ ലീനിയർ റിലേഷൻഷിപ്പിലാണ് വർക്കാവുക. ഇതിലും വേരിയൻസ് യൂസ് ചെയ്യുന്നുണ്ട് എൽ ഡി എ എന്നുള്ളതിൽ. മറ്റേ 2 വിഷ്വലൈസേഷനാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, ടി എസ് എൻ ഇ ആൻഡ് യു മാപ്പ്. Then projections, project the data into a subspace spanned by the selected eigen vectors. So ഈ ഈഗൺ വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം വേരിയൻസ് വരുന്ന ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ആ വേരിയൻസിൻ്റെ ബേസിൽ എഗെയിൻ ഇത് മാക്സിമം വേരിയൻസ് വരുന്ന ആ ഒരു ഡയറക്ഷനിൽ വെക്റ്റേഴ്സിൽ ആ ഒരു ഡയറക്ഷനും ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫീച്ചേഴ്സിൻ്റെ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസും വെച്ചിട്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, കാണിച്ചു. ഇപ്പം ഇതിൽ മാക്സിമം വേരിയൻസ് വരുന്ന 2 ഫീച്ചേഴ്സായിട്ടാണ് കമ്പൈൻ ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഒരു 10 ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ PC1 PC2 എന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. മാക്സിമം വേരിയൻസ് വരുന്ന, അതായത് 2 സിമിലാരിറ്റി ഇല്ലാത്ത ഒരു ഡയറക്ഷനിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. സിമിലർ ആയിട്ടുള്ള ഒരു വേരിയൻസ് ബേസ്ഡ് അപ്രോച്ച് തന്നെയാണ് എൽ ഡി എയിലും വരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാക്സിമം ഈ വലിയ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകും, നമ്പർ ഓഫ് ഫീച്ചേഴ്സ് 500 400 അങ്ങനെ ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ പി സി എ, ടി എസ് എൻ, യു മാപ്പ്, എൽ ഡി ആ ഒരു ടൈപ്പൊക്കെ നോക്കുന്നത്. ഈ നോട്ട് ഞാൻ അന്ന് ഒരു ലിങ്കിൽ ഇട്ടിട്ടുണ്ടാവും, നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കുക. ദെൻ ഈ ഒരു ഡിഫറൻസസും ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഐസോ മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പും കൂടി ഉണ്ട് ഇതിൽ എക്സ്ട്രാ വരുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് അത് നോക്കി വയ്ക്കുക. ഐസോ മാപ്പ് എന്താണെന്ന് നോക്കി വയ്ക്കുക. ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണ്ടാവില്ല. ദെൻ അടുത്തത് എൻസെമ്പിൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അത് ഈ ഒരു അൽഗോരിതംസ് പറഞ്ഞിട്ട് അതിലേക്ക് പോകും. അതും ആക്ച്വലി അൽഗോരിതംസ് ആണ്, എൻസെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു ക്ലാസിഫിക്കേഷനുള്ള കുറച്ച് അൽഗോരിതംസും പറയാനുണ്ട്, റിഗ്രഷനുള്ള കുറച്ചെണ്ണം പറയാനുണ്ട്, പിന്നെ നെയ്വ് ബയാസ്, SVM അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ ഒരു എൻസെമ്പിൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ നോട്ട് പ്രോപ്പറായിട്ടൊന്ന് വായിച്ച് നോക്കുക. ആ ഡിഫറൻസസിന് ക്ലാസ്സും കേൾക്കുക കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും, പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ. അത് പ്രോപ്പറായിട്ടൊന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 3 എണ്ണത്തിൽ സാറേ, ഈ
ഇപ്പൊ പറഞ്ഞ ഹലോ ആ പറഞ്ഞു പറഞ്ഞു. സാർ, ഇപ്പൊ പറഞ്ഞ മോഡലൊക്കെ ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ സ്റ്റെപ്പാണത്. മാറണോ? അല്ല, ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ആ പറഞ്ഞു. ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ സ്റ്റെപ്പാണോ പറഞ്ഞത്? ഫീച്ചർ എഞ്ചിനീയറിംഗിൻ്റെ ഇത് ആ സ്റ്റെപ്പാണോ? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അല്ലാതെ എം എൽ സ്റ്റെപ്പായിട്ട് വരുമ്പോ എം എൽ പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്നത് തന്നെയാണ്. പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി വരുന്നത് ഈ ഒരു സ്റ്റെപ്പ്. നമ്മൾ സ്കെയിൽ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുക. കാരണം ഈ ഒരു ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഓരോ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു ഇഷ്യൂസ് വരും പ്രഡിക്ഷൻ ടൈമിൽ. എല്ലാം ഓരോരോ ടൈപ്പിലാവില്ലേ. ഇപ്പോൾ ഇൻകം എന്നുള്ളത് ഹൈ വാല്യൂസ് ആവും, ഏജ് എന്നുള്ള ഒരു റേഞ്ചിലാവും. സോ ഇതിൽ സ്കെയിലിംഗ് അപ്ലൈ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകത്തിനാവും അത് കൂടുതൽ ഡോമിനൻസ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ആ ഒരു പ്രീ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് കഴിയുന്ന ടൈമിലാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുക, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയും. മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റിൽ ഒരു 10 ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മാനുവലി ചെക്ക് ചെയ്തിട്ട് കുറേയൊക്കെ ചെയ്യാം. പക്ഷെ ചില ടൈമിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. മേ ബി ഒരു 400-500 ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജീൻ ഡാറ്റ അല്ലെങ്കിൽ സ്പേസിൻ്റെ റിസർച്ച് ഡാറ്റാസ് അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുമ്പോൾ നമുക്ക് ഓരോ, ഇപ്പോൾ സെൻസറിൻ്റെ ഡാറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ചെക്ക് ചെയ്യുന്നത് പോസിബിൾ അല്ലല്ലോ. ആ ഒരു ടൈമിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിന്ന് ഈ ഒരു മെത്തേഡ്സ് തന്നെ കമ്പൈൻ ചെയ്തെടുക്കും. PC എന്നുള്ളതിൽ അതാണ് നടക്കുന്നത്. ഇപ്പോൾ 10-20 ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേമിലേക്ക് ഒരു 2-3 അല്ലെങ്കിൽ മാക്സിമം ഒരു വേരിയൻസിൻ്റെ ബേസിലാണ്. വേരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വേരിയൻസ് വരുന്ന, മാക്സിമം ഡിഫറൻസ് വരുന്നത്, ആ ഒരു രീതിയിലാണ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റിൽ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുക. PC1, PC2, PC3 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് TSNE UMAP യൂസ് ചെയ്യുന്നത് വിഷ്വലൈസേഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഈ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ പോയിൻറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ആ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കാണിക്കാൻ, ഇപ്പോൾ 2 ഡയമെൻഷനിലായാലും 3 ഡയമെൻഷനിലായാലും ആ പോയിൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ബെറ്ററായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് TSNE UMAPും യൂസ് ചെയ്യുന്നത്. PC എന്ന് പറയുന്നത് ലീനിയറിലും വർക്ക് ചെയ്യണതാണ്. ഈ UMAPും TSNE എന്നുള്ളത് നോൺ ലീനിയർ. ആ പോളിനോമിയലിൻ്റെ ഇതൊക്കെ എടുത്തായിരുന്നില്ലേ, അതിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു TSNE UMAP എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. ഓക്കെ, ആ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കാനാണ് മാക്സിമം ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഇങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ ഓവർ ഫിറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞില്ലേ. അതായത് ഭയങ്കര നോയ്സ് ഉണ്ടാവും ഈ ഒരു ഡാറ്റയിൽ. സോ ആ ഒരു നോയ്സി ബിഹേവിയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ഉണ്ടാവുമല്ലോ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ട് പ്രഡിക്ഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ക്ലാസ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല. പിന്നെ ആദ്യം തൊട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാകും, സെപ്പറേറ്റ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചോ, കേട്ടിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് എടുത്തോട്ടെ. ഇത് വായിച്ച് നോക്കിയത്, ഇത് അതിൻ്റെ ഡിഫറൻസസും ഇതൊക്കെയാണ്. ഈ ഒരു ടേബിളും ഇതൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലിങ്ക് ഉണ്ടോ അന്ന് അയച്ചെന്ന്, നോട്ട് എന്ന് പറഞ്ഞിട്ട്? ഡ്രൈവിൻ്റെ അല്ലേ? ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട് നോട്ട്സും, പിന്നെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഇതുമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ നോക്കിയിട്ട് ഇടാം. റീസെൻ്റ്ലി ഉള്ള വരെയുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബൂസ്റ്റിങ്ങിൻ്റെ മാത്രമേ എടുക്കുള്ളൂ, അത് ഇപ്പോൾ ഇടുന്നില്ല. ആ ഒരു അൽഗോരിതംസ് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്ന, പിന്നെ ഇങ്ങനത്തെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അങ്ങനത്തെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം തിയറിയും കുറച്ച് കോഡൊക്കെ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്.
ഇനി അത് ഒരു ആൽഗോരിതത്തിൻ്റെ ബേസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഡാറ്റ സെറ്റ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ലോഡ് ചെയ്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ വരുന്നത് ഇംബാലൻസ്ഡ് ഒക്കെയാണ്. അത് ഈ ഒരു ആൽഗോരിതംസ് കഴിഞ്ഞിട്ട് എടുക്കുക, പ്രഡിക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ, സ്മോട്ട് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. ഈ എടുത്ത ആ ഒരു തിയറി പാർട്ട് വരെയാണ് ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആ കുറച്ച് കോഡും എന്നൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ചിലത് ഈ PCA-TSNE എന്നൊക്കെ കാണിച്ച പോലെ 1-2 ലൈന് കോഡേ ഉണ്ടാവുള്ളൂ. അത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്തിനാണ് യൂസ് ചെയ്യണത്, ഏത് ടൈപ്പാണ് യൂസ് ചെയ്യണമെന്ന് അറിയാം. ഇത് കുഴപ്പമില്ലല്ലോ, നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി. LD അത് ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് നോട്ടൊന്ന് വായിച്ചു നോക്കുക. വായിച്ച് നോക്കിയിട്ട് ഡിഫറൻസ് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഒരു ലീനിയർ റിഗ്രഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഒരു ചെറിയ ഡാറ്റ സെറ്റ് എടുത്തിട്ട് കുറച്ച് പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പ് ഇതൊക്കെ വെച്ചിട്ട് പ്രഡിക്ഷൻ വരെയുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഓൾറെഡി കുറച്ച് പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ടാവും നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു അൽഗോരിതം സെലക്ട് ചെയ്തിട്ട് അതൊന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലിപ്പോൾ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല തോന്നുന്നു. ഞാനും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല ആ ഒരു ഡാറ്റ സെറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ലൈബ്രറീസ് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ആദ്യത്തെ പ്രോസസ്സിങ്ങിൽ വരുന്നത് നമ്പയും പാണ്ടാസുമാണ്. അത് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. ഭയങ്കര ചെറുതാണത്, കാണുന്നുണ്ടോ? കാണാം. ഇമ്പോർട്ട് നമ്പർ SNP, ഇമ്പോർട്ട് pandas SPD. വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് matplotlib, .pyplot SPLT. seaborn കൂടി ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് seaborn SNS. നെക്സ്റ്റ് ചെയ്യണതിൻ്റെ മുന്നേ ജസ്റ്റ് ആ ഒരു ഡാറ്റ ഒന്ന് എന്താണ് ഡാറ്റയിലുള്ളതെന്ന് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ആ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ ആണല്ലോ. അപ്പോൾ ഏത് എൻകോഡർ യൂസ് ചെയ്യണം, ദെൻ ഏത് ടൈപ്സ് കൺവേർഷനും ഇതിനൊക്കെ ഏത് ടൈപ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡാറ്റ സെറ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ DF is equal to സെയിം ഫോർമാറ്റ് pd.read_CSV എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡാറ്റ സെറ്റ് യൂസ് ചെയ്യണേ. അപ്പോൾ pd.read_CSV പാത്താണെന്നുണ്ടെങ്കിൽ 6 എന്നടിച്ചിട്ട് അതിൻ്റെ പാത്ത് കോട്ടിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിൽ insurance.csv എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. then അതിൻ്റെ ഹെഡ് പ്രിൻ്റ് ചെയ്ത് നോക്കുക. df.head of വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുക. style.background gradient CMap ഏതെങ്കിലും കൊടുക്കുക. CMap is equal to where it is
ലീനിയർ റിഗ്രഷൻ്റെ ഡാറ്റ സെറ്റാണ്. ഇതിലിപ്പോൾ കാണുന്നത് ഏജ് എന്നുള്ളൊരു ഇതുണ്ട്, ജെൻഡർ ഉണ്ട്, ജെൻഡർ കാറ്റഗറീസിലാണ്. ഇത് ഡാറ്റ സെറ്റ് കിട്ടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ളത്. ദെൻ BMI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ചിൽഡ്രൻ എത്ര കൗണ്ടായിരിക്കും, മേ ബി 0, 1 എന്നുള്ളത്. ദെൻ അതിൽ സ്മോക്കറാണോ അയാൾ അല്ലയോ എന്നുള്ള ഒരു ടൈപ്പ്. ദെൻ ആളുടെ ലിവിങ് പ്ലേസ് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഒരു ഇത്. ദെൻ ഔട്ട്കം വരുന്നത് ഇതിൽ ചാർജസ് ആണ്, ഇൻഷുറൻസ് ചാർജസോ അങ്ങനെ എന്താണ് ഇതിൻ്റെ വരുന്നത്. സോ ഈ ഒരു ഡാറ്റ സെറ്റിൽ ഇത്രയും ഒരു ഇനീഷ്യൽ അനാലിസിസിൽ ഇത്രയാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. സോ അതിൻ്റെ ഫൈനലി ഒരു ടെയിലും കൂടിയും ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഡാറ്റ സെറ്റ് വരുന്നത്. അതിൻ്റെ ടോട്ടലി ഒരു 1337 റോസ് വരുന്നുണ്ട്, ഇത്രയും കോളംസും. എന്നിട്ട് തന്നെ ഇതിൻ്റെ ഷേപ്പും ഇതൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഷേപ്പ് ഇപ്പോൾ ഓൾറെഡി അറിയാം, ബട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഡാറ്റ ഫ്രെയിമിൻ്റെ കുറച്ചുകൂടിയും ഇപ്പോൾ ഇതിൽ കോളംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനില്ല എന്നുണ്ടെങ്കിൽ DF. കോളംസ് എന്നുള്ളത് യൂസ് ചെയ്യാം. അല്ല ഈ ഒരു അനാലിസിസ് ഇതിപ്പോൾ ചെറിയ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇൻഫോ ഒന്ന് അടിച്ച് നോക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൽ മിസ്സിങ് വാല്യൂസ് ഒന്നുമില്ല. ആൻഡ് ഒബ്ജക്റ്റ് ടൈപ്പ് വരുന്നുണ്ട്, സോ എൻകോഡിങ് യൂസ് ചെയ്യണം. ദെൻ ഹാൻഡിൽ ചെയ്യാനുള്ളത് ഒരു 7 കോളംസ് ഉണ്ട്. ഈ ഒരു ടൈപ്സ് ഫ്ലോട്ട് 64 വരുന്നുണ്ട്. ഈ ഒരു ടൈപ്സ് നോക്കുന്നത് നമുക്ക് ഇൻ കേസ് ഈ ഒരു മെമ്മറി യൂസേജ് ഹൈ ആണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ലാർജ് ഡാറ്റ സെറ്റിൽ ഹൈ ആണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ലീവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഒരു 1000 റോസ് 1300 റോസ് ആയതുകൊണ്ട് അധികം ഇഷ്യൂ വരില്ല. പക്ഷേ നമുക്കൊരു 1 മില്യണോ അല്ലെങ്കിൽ 2 മില്യണോ ഒക്കെയാണ് ഡാറ്റ വരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ ഇഷ്യൂ കൊണ്ട് മേ ബി കൂടുതൽ മെമ്മറി യൂസേജ് വരാൻ പറ്റും. ഇപ്പോൾ ഇമേജിൻ്റെ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മെമ്മറി യൂസേജ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഈ 8 KB 12 KB ആ ഒരു രീതിയിലായിരിക്കില്ല അവിടെ യൂസേജ് വരുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഡാറ്റ ടൈപ്പിൻ്റെ ഇത് നമ്മൾ ചെക്ക് ചെയ്യുക. then അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് കളക്ട് ചെയ്ത് നോക്കുക. DF. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതെന്നുള്ള റീഡിങ്സ് കളക്ട് ചെയ്യുക, റീജിയൻ ചാർജസ്. ഇതിൽ ആക്ച്വലി സംഭവിക്കുന്നത് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസിനെ മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. ഡിസ്ക്രൈബിനകത്തുള്ള ഇതും കൂടെ ഉണ്ട്. ഇതിൽ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ഇത് മാത്രമാണ് കളക്ട് ചെയ്യുക. സോ ഇതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നുള്ള ഒരു രീതിയിലൊക്കെ നോക്കുക. ഏജിൻ്റെ ആവറേജ് എത്രയാണ് വരുന്നത്, മാക്സ് എത്രയാണ് വരുന്നത്. മാക്സ് 64 ആൻഡ് മീൻ വാല്യൂ 39, ആവറേജ് വാല്യൂ 39. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 14 വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു ഡാറ്റ സ്പ്രെഡ് പോകുന്നത്. അങ്ങനെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ചെക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഔട്ട്ലേഴ്സ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു അത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ റീഡിങ്ങിൽ ഏജ്, BMI, ചിൽഡ്രൻ, ചാർജസ് ആ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒബ്ജക്റ്റും ഇതൊക്കെയാണ്, കൺവേർട്ട് ചെയ്യാനും ഇതിനൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഒരു റീഡിങ് എടുക്കുക, അതിൻ്റെ ഫൈൻഡിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് മാർക്ക് ഡൗൺ ചെയ്ത് വയ്ക്കുക. ദെൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാക്സിമം അത് യൂസ്ഫുൾ ആയിരിക്കും. DF. ഡിസ്ക്രൈബ് എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ. നെക്സ്റ്റ് ഇതിൽ മിസ്സിങ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അതിപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് ചെക്ക് ചെയ്തു. സ്റ്റിൽ വേണമെങ്കിൽ DF. sum എന്നുള്ള ഫോർമാറ്റ് കൊടുക്കുക. ഓക്കെ, ഒരു ചെറിയ ഡാറ്റ സെറ്റാണ്, അതിൽ മിസ്സിങ് വാല്യൂസ് ഇല്ല, പക്ഷേ എൻകോഡിങ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇതിൽ
സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പാണല്ലോ. ഇപ്പോൾ എക്സും വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ഒരു ഇത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ എൻകോഡിങ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഏജിൽ അങ്ങനെ റാങ്കിങ്ങോ പരിപാടിയൊന്നും വരുന്നില്ല. ബാക്കിയുള്ളത് അങ്ങനെ ഒരുപാട് റാങ്കിങ് അങ്ങനത്തതൊന്നും യൂസ് ചെയ്യാത്ത ടൈപ്പാണ്. സോ നോർമലി ഒരു ലേബൽ എൻകോഡർ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. സോ ആ ഒരു ടൈമിൽ പ്രീ പ്രോസസ്സിംഗ് എന്നുള്ള ലൈബ്രറിയിൽ നിന്ന് ജസ്റ്റ് ലേബൽ എൻകോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലേബൽ എൻകോഡർ ഇമ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഇത് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഔട്ട്, ആൻഡ് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ ആയതുകൊണ്ട് അതിൻ്റെ ലീനിയർ റിഗ്രഷൻ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യുക. അപ്പുറത്ത് റൂം ഒഴിവുണ്ടോ? അപ്പുറത്ത് റൂം ഒഴിവുണ്ടോ? അപ്പുറത്ത് എവിടെയെങ്കിലും റൂം ഒഴിവുണ്ടോ? സോ ആ ഒരു മോഡലിൻ്റെ യൂസ് കേസും കൂടി ഇപ്പോൾ സ്പ്ലിറ്റും എൻകോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യുന്നത് മോഡൽ സെലക്ഷൻ ആയിരിക്കും. ഇതൊരു ലീനിയർ റിഗ്രഷൻ്റെ ടൈപ്പാണ്. അപ്പോൾ ഫ്രം sklearn ഡോട്ട് ലീനിയർ മോഡൽ ഇമ്പോർട്ട് ലീനിയർ റിഗ്രഷൻ ഇത്രയാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നമുക്കറിയണത് ഇതിൻ്റെ ഇവാലുവേഷനാണ്. അപ്പോൾ ഇവാലുവേഷൻ എന്നുള്ള എല്ലാ ആ ഒരു മെട്രിക്സും പരിപാടിയൊക്കെ വരുന്നത് sklearn ഡോട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പം അപ്പോൾ ഇത് റിഗ്രഷൻ്റെതാണ്. സോ MSc R2 സ്കോർ ആൻഡ് RMSc ആ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിൽ വരുന്നത്. സോ ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് സോ ആ ഒരു ഇവാലുവേഷൻ വരെ ഉള്ളത് ആ ഒരു സ്റ്റെപ്സ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇതിൻ്റെ പ്രോസസ്സിങ് പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. ആദ്യം നമ്പൈ പാണ്ടാസ് യൂസ് ചെയ്തു ഈ ഒരു ഡാറ്റ ഫ്രെയിം ലോഡ് ചെയ്യാനും അതിലുള്ള EDF.ESEN ആ ഒരു മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യില്ലേ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഇതിൽ, അതിന് വരെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഇതിൽ തന്നെ വിഷ്വലൈസേഷൻ്റെ അത് ഈ ഒരു കാറ്റഗറി വരെ ഉള്ളത്. അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, നമ്മുടെ യൂസേജിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക. നെക്സ്റ്റ് വരുന്നത് ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റും എൻകോഡിങ്ങും ചെയ്യണം. അത് സെപ്പറേറ്റ് ജസ്റ്റ് ഇങ്ങനെ സ്പേസ് ഇട്ട് ചെയ്യണമെന്നില്ല, ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയണമെന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്സ് വരെയുള്ള കഴിഞ്ഞു. നെക്സ്റ്റ് ആ ഒരു എൻകോഡിങ്ങും പ്രീ പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഡാറ്റ ക്ലീൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിലാണ് നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ടുള്ള മോഡൽ സെലക്ട് ചെയ്യുന്ന ആ ടൈമിലാണ്. സോ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് യൂസ് ചെയ്തത്. സോ മോഡൽ വെച്ചിട്ട് പ്രഡിക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മെട്രിക്സും പരിപാടിയൊക്കെയാണ് ഈ ഒരു sklearn ഡോട്ട് മെട്രിക്സ് എന്നുള്ളതിൽ വരുന്നത്. R2 സ്കോർ, MSc മീൻ സ്ക്വയർഡ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, ഈ ഒരു ടൈപ്പൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു വാല്യുവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിഗ്രഷൻ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ അക്യുറസി സ്കോർ, ആ ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, കൺഫ്യൂഷൻ മെട്രിക്സ്, ഈ ഒരു ടൈപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ AUC ROC കർവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഇവാലുവേഷൻ മെത്തേഡ്സ്
അവിടെ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവിടെ ഓരോന്നും ഇമ്പോർട്ട് ചെയ്യുക. സോ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു റിപ്പോർട്ടിന് ഇതിന് ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിന് ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇംബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സ്റ്റിൽ ഇതിൻ്റെ ഇടയിലും വേറെ സ്റ്റെപ്പ് വരാം. സോ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് മനസ്സിലാവും. അൺപ്ലാൻഡ് ആയിരിക്കും ഈ ഒരു എന്തൊക്കെയാണ് സ്റ്റെപ്പ് വരുന്നത്, പ്രീ പ്രോസസ്സിങ്ങിൽ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവും. ഓക്കെ, സോ ഇത് ആ ഒരു ഡാറ്റ നോക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ അതിൽ മിസ്സിങ് വാല്യൂസ് ഇല്ല, പക്ഷേ എൻകോഡിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ എൻകോഡിങ് പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്സും വിഷ്വലൈസേഷൻസും അങ്ങനത്തെ ഇതാണ് നോക്കുന്നത്. സോ ഇതിൽ എൻകോഡ് ചെയ്യാനുള്ളത് ഇതൊക്കെയായിരുന്നു, ഈ ജെൻഡർ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്തത് ഈ ഔട്ട്കം ഇല്ലേ, ഔട്ട്കത്തിന് വേണ്ടാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് റിമൂവ് ചെയ്ത് കളയാം, അത് കുഴപ്പമില്ല. സോ ഈ ഒരു ഡാറ്റ നോക്കിയിട്ട് മാത്രം നമ്മുടെ ഡൊമൈൻ നോളജ് യൂസ് ചെയ്തിട്ട് മാക്സിമം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത് ജസ്റ്റ് ഓരോ വിഷ്വലൈസേഷൻസ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുക, ആ ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ഫീച്ചറിൻ്റെ അനാലിസിസ് ചെയ്യണ എന്നാണ്. അതിൽ ന്യൂമറിക്കൽ കോളംസ് മാത്രം ഒന്ന് കളക്ട് ചെയ്യുക. ന്യൂമറിക്കൽ കോളംസ് ഈക്വൽ ടു ജസ്റ്റ് ഒരു ലിസ്റ്റായിട്ട് പാസ് ചെയ്യുക. അതിൽ വരുന്നത് ഏജ് എന്നുള്ള വരുന്നുണ്ട്, ഏജ് BMI എന്നുള്ള ടൈപ്പ്, ചിൽഡ്രനും ചാർജസും. ജസ്റ്റ് നമ്മൾ പ്ലോട്ടിങ്ങിൽ ചെയ്യുന്ന പോലെ ഈ കളക്ട് ചെയ്ത DF ഓഫ് ന്യൂമറിക്കൽ കോളംസ് എന്നുള്ളത് ന്യൂമറിക്കൽ കോളംസ് ഡോട്ട് ഏതാണോ ടൈപ്പ് യൂസ് ചെയ്യുന്നത്, പ്ലോട്ടിങ്ങിന് ഏതാണോ ടൈപ്പ് യൂസ് ചെയ്യുന്നത് അത് പാസ് ചെയ്യുക. ജസ്റ്റ് പ്ലോട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ, അറിയണാണോ? അത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ന്യൂമറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്പേഴ്സ് ആയിട്ടുള്ള കോളംസ് ഇല്ലേ, അത് മാത്രം കളക്ട് ചെയ്തു. പിന്നെ ഡാറ്റ ഫ്രെയിമിൽ ഈ കോളംസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ലേ, അതിലോട്ട് ഹിസ്റ്റോഗ്രാം എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തു ആ ഒരു പ്ലോട്ടിൻ്റെത്. ദെൻ ഫിക്സ് സൈസ് എന്ന് പറഞ്ഞിട്ട് ഏത് സൈസിൽ വരണം എന്നുള്ളത് കൊടുക്കുന്നു. ഡൗട്ട് ഉണ്ടോ അതിൽ? ഈ ഒരു ഇത് മാത്രം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ടൈറ്റിൽ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർലി ആ ഒരു അലൈൻമെൻറ്റും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ഈ ലൈനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഉള്ളൂ. ആ ഒരു Bins. ബിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വാല്യൂസ് ഉണ്ടാവില്ലേ, ഏജിൽ തന്നെ ചിലപ്പോൾ 100 വാല്യൂസ് 150 വാല്യൂസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലട്ടേഡ് ആയിട്ട് വരില്ലേ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ബിൻസ് 20 ആ ഒരു കൗണ്ട് മാത്രം ഷോ ചെയ്യിക്കാനാണ് ബിൻസ് എന്നുള്ള യൂസ് ചെയ്യണത്. ഫസ്റ്റ് 20 ആണോ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് 20 ആണോ? എങ്ങനെ ഈ ബിൻസ് ഉപയോഗിക്കുമ്പോഴേ ഫസ്റ്റ് 20 വാല്യൂസ് ആണ് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എടുക്കുന്ന 20 വാല്യൂസ് ആണ്? അത് റാൻഡമായിട്ട് അങ്ങനെ ഡീഫോൾട്ടായിട്ട് വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് വാല്യൂസ് മാത്രമാണ് വരിക. അത് പ്ലോട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹിസ്റ്റഗ്രാമിൽ പ്ലോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, എങ്ങനെയാണ് വരുന്നത് വാല്യൂസ്. ഇപ്പോൾ ചിലപ്പോൾ ബിൻസ് 20 എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര കൗണ്ട് ഉണ്ട് നോക്കിയാൽ അത് നോക്കുക. df.value_counts എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡില്ലേ, അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇത് വരുന്നുണ്ട്, ഇപ്പോൾ ഏജിൽ എത്ര വാല്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് കിട്ടും, ഓരോന്ന് എത്ര ഉള്ളതെന്ന്. സോ ആ ഒരു ഇത് ജസ്റ്റ് ആ ഡിസ്ട്രിബ്യൂഷൻ എത്ര ഉണ്ട്, ഫീച്ചറിൽ ഡിസ്ട്രിബ്യൂഷൻ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഈ ഒരു വാല്യൂസ് യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പോൾ BMIയിൽ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് എങ്ങനെയാണ് സെയിം df.value_counts എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേ. ഇപ്പോൾ ഇതിൽ BMIയിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ട്, 20 എന്നുള്ള റേഞ്ചിൽ എത്ര വാല്യൂസ് ഉണ്ട്, അത് ഇത്രയും എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. value_counts എന്ന് പറയുമ്പോൾ യൂണീക്ക് ആയിട്ടുള്ള എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസ് ഇപ്പോൾ ഇവിടെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ df ഓഫ് ഏതെങ്കിലും ഒരു ഇത് കൊടുക്കുക, ഏജ് എന്നുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ .value_counts ഉണ്ടോ ഒന്ന് കോൺസിനുണ്ടോ. ഓക്കെ, 18 എന്നുള്ളത് 69 പ്രാവശ്യം വരുന്നുണ്ട്, 19 എന്നുള്ളത് 68 പ്രാവശ്യം. സെയിം ഒരു പ്ലോട്ടിംഗ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. 18 എന്നുള്ളത് 69 പ്രാവശ്യം, അങ്ങനെ ഓരോ രീതിയിലുള്ളതായിരിക്കും വരുന്നത്. 69 ഓരോ ഏജിൻ്റെ ആ ഒരു റേഞ്ചായിരിക്കും വരുന്നത്. സെയിം പ്ലോട്ടിംഗ് ആണ് ഇതിൽ കാണിക്കുക. സോ റാൻഡംലി ആ ഒരു വാല്യൂസ് മേ ബി ഒരു അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് പ്ലോട്ട് ചെയ്യുക. നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ ഇപ്പോൾ അസെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ പ്ലോട്ട് ചെയ്യും, ആൻഡ് ഡിസെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ ഡിസെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഏജ് എന്ന് പറഞ്ഞ ഇതിലില്ലേ, ആ അതിലിപ്പോ 20 160 എബവ് ഉണ്ടല്ലോ. അപ്പൊ അത് ഔട്ട്ലേഴ്സ് ആയിട്ട് കൂട്ടും, കാരണം അതായിരിക്കും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് നമ്പർ ഓഫ് കൗണ്ട്സ് ആണ് ആക്ച്വലി. ഇതിൻ്റെ ഏജിൻ്റെ വാല്യൂ അല്ല, നമ്പർ ഓഫ് കൗണ്ട്സ് ആണ് ഓരോന്നും വരുന്നത്. ഇപ്പോൾ ന്യൂമറിക്കൽ കോളംസിൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതാണ്. ഇപ്പോൾ 40 എന്നുള്ള ഏജ് എത്ര വട്ടം വരുന്നുണ്ട്, 50 എന്നുള്ള ഏജ് എത്ര വട്ടം വരുന്നുണ്ട്, അതാണ് കൗണ്ട്സ് ആണ്. അതിൻ്റെ വാല്യൂസ് അല്ല, value_counts ആണത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇത് ആ ഒരു കമ്പാരിസണും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ value_counts ജസ്റ്റ് ഇതിലേക്ക് വെച്ചു എന്നുള്ളൂ. ഇപ്പോൾ ചാർജസ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെയാണ്, ആ ഒരു കമ്പാരിസൺ വരില്ലേ, അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലോട്ടിങ്ങും ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കൺട്രീസ് എന്നുള്ളതിൽ പൈ ചാർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇതൊക്കെ എത്ര വരുന്നുണ്ട്, 2-3 വാല്യൂസൊക്കെ വെച്ചിട്ട് പൈ ചാർട്ടും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, 4-5 വാല്യൂസൊക്കെ വെച്ചിട്ട് ആ ഒരു ടൈമിൽ. നെക്സ്റ്റ് പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്നത് ലീനിയർ ആകുമ്പോൾ കോറിലേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ കോറിലേഷനിൽ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. ജസ്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തായിരുന്നില്ലേ, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡാറ്റ സെറ്റ് അതായിരുന്നു, ഞാൻ എക്സാമ്പിൾ എടുത്താൽ മാത്രമേ ഉള്ളൂ. ലീനിയർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ് വരിക. മറ്റേതെന്ന് പറയുമ്പോൾ ഈ ക്ലാസിഫൈഡ് ടൈപ്പ് ആ ഒരു ഇതൊക്കെയാണ് വരിക. എക്സും വൈയും തമ്മിൽ അങ്ങനെ റിലേഷനും ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. ഇപ്പോൾ ലോജിസ്റ്റിക് എന്നുള്ള ടൈപ്പ് വരുമ്പോൾ ആ ഒരു ഇത് 0 1 ആ ഒരു രീതിയിലായിരിക്കും, നമ്പർ ആയിരിക്കും, പക്ഷേ
ഈ ഒരു ക്ലാസിഫൈ ടൈപ്പൊക്കെ ആയിരിക്കും വരിക. ഇതിൽ കണ്ടിന്യൂസ്ലി ആ ഒരു സ്കോർസ്, ഇപ്പോൾ റെയിനിൻ്റെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെയിൻ എത്രയാണ് വരേണ്ടത്, പിന്നെ ഹൗസ് പ്രൈസിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ച് ഇങ്ങനെ കൂടി പോകുന്ന ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പായിരിക്കും ഈ ലീനിയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു ക്ലാസിഫൈ ടൈപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്ലോട്ടിങ് ചെയ്യാം. പ്ലോട്ടിങ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഓരോ പോയിന്റ്സും മറ്റേ ബെസ്റ്റ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം കാണിച്ചത്, ലൈനിൻ്റെ ഇതിൽ ഒരു ലൈൻ എടുത്തിട്ട് അതിൽ തന്നെയാണ് ഈ ഓരോ ഫീച്ചേഴ്സ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്ത് ഔട്ട്കമ്മുമായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ലീനിയർ ആണ്. മറ്റത് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് കുറേ പോയിന്റ്സ് ഇങ്ങനെ നടക്കില്ലേ, അങ്ങനത്തെ വേറെ ടൈപ്പ് വരുന്നു, അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് ലീനിയറിൻ്റെ പറഞ്ഞിട്ട് കടന്നായിരുന്നു, അതുകൊണ്ട് എടുത്തു എന്നുള്ളൂ. അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, കോറിലേഷൻ എന്നുള്ളത് കിട്ടിയ ഇത്രേ ഉള്ളൂ. ന്യൂമറിക്കൽ ഓൺലി ഈക്വൽ ടു ട്രൂ എന്ന് പാസ് ചെയ്യുക. ആക്ച്വലി ന്യൂമറിക്കൽ തന്നെ വരുള്ളൂ, ഇൻ കേസ് എന്തെങ്കിലും ഇത് വരുന്നതുകൊണ്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ആ കോറിലേഷൻ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കുക. ഇത് ആക്ച്വലി ആ ഒരു ഹീറ്റ് മാപ്പിൽ യൂസ് ചെയ്യുന്ന വാല്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഏജും തമ്മിൽ 1 എന്നുള്ളത് ആ ഡയഗണൽസ് ഇങ്ങനെ വരുന്നില്ലേ. ഇപ്പോൾ കോറിലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഡാറ്റ ഈ ഡയഗണൽസിൽ വരുന്നത് ഹീറ്റ് മാപ്പിൽ വരുന്ന ആ ഒരു ഡാറ്റ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ഹീറ്റ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SNS. ഹീറ്റ് മാപ്പോ ആ ഒരു ഇത് അപ്ലൈ ചെയ്യാം. നമ്മൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, PLT. ഒരു സൈസ് സെറ്റ് ചെയ്യുക, PLT. ഫിഗർ ഫിക്സ് സൈസ് ഏതെങ്കിലും ഒരു വിഡ്ത്തും ലെങ്ത്തും പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് PLT. പിന്നെ സീബോൺ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഹീറ്റ് മാപ്പ് എന്നുള്ള ആ ഒരു അനോട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ, ഹീറ്റ് മാപ്പ്. പിന്നെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുക. ഒന്നുമില്ല ആ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചുകൂടി റീഡബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് ഈ ഒരു കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ്, ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ. അത് പാസ് ചെയ്യുക. നെക്സ്റ്റ് ആ ഒരു നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് നോട്ട് ഈക്വൽ ടു ട്രൂ എന്ന് സെറ്റ് ചെയ്യുക. അടുത്ത് വരുന്നത് എന്തായിരുന്നു, അതിൻ്റെ തീം സെറ്റ് ചെയ്യുന്നത് കളർ മാപ്പ് വിറിഡിസോ എന്തെങ്കിലും കൊടുക്കുക, കറക്റ്റാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ PLT. ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പാസ് ചെയ്യുക. ടൈറ്റിൽ കൊടുക്കുക, PLT. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഒരു ഹീറ്റ് മാപ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നേ ഉണ്ടാവുള്ളൂ. കുറച്ച് വാല്യൂസ് റൗണ്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അനോട്ടേഷൻ അല്ലേ, ഇത് ഫാൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പേഴ്സ് വരില്ല, നമ്പേഴ്സ് പോയില്ലേ. ലൈക്ക് അനോട്ടേഷൻ എന്നാണ് അതിന് പറയുക. കുറേയൊക്കെ ഈ ഇംഗ്ലീഷ് വേർഡുമായിട്ട് കണക്റ്റ് ആണ്. അപ്പൊ ഈ മോഡലിൽ അതിന് മോഡൽ കൊടുത്തിട്ടുണ്ടല്ലോ, നേരത്തെ ലൈനില്ലേ കോറിലേഷൻ്റെ ലൈൻ, കോറിലേഷനിൽ അവിടെ ന്യൂമറിക് ഓൺലി ഈക്വൽ ടു ട്രൂ നോക്കുന്നത്. അതെന്താ പറയുക, ഈ കോറിലേഷൻ ആക്ച്വലി ന്യൂമറിക്കലിന് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും എറർ വരാണ്ടിരിക്കാൻ അത് കൊടുക്കണമെന്നുള്ളൂ. ന്യൂമറിക്ക് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ മോഡൽ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചില ടൈമിൽ ഇപ്പോൾ കാറ്റഗറി ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പൊക്കെ ആയിട്ട് ചിലപ്പോൾ വേറെ വാല്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിപ്പ് കോഡൊക്കെ വരുമ്പോൾ ന്യൂമറിക്കലും ഇതുമായിട്ട് വരില്ലേ, രണ്ടും കമ്പൈനായിട്ട്. അപ്പോൾ അത് എറർ ഇത് ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഇത് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ DF. കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ, ഇതിൽ ട്രൂ എന്ന് പാസ് ചെയ്യണത് അനോട്ടേഷൻ എന്നുള്ള മീനിങ്ങിലാണ്. ട്രൂ എന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പേഴ്സ് അവിടെ വരും.
ഇപ്പോൾ ഹീറ്റ് മാപ്പിൽ എത്ര ഇതിപ്പോൾ ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ടെന്ന് നോക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ കളറ് ചേഞ്ച് ആവുന്നേ ഉള്ളൂ, ആ ഒരു ഡാർക്കർ ഇതൊക്കെ ആയിട്ട് ചേഞ്ച് ആവുന്നേ ഉള്ളൂ. നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. സോ ആ ഒരു ബ്രൈറ്റർ ഒരു റെഡ് ആ ഒരു തീമിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോറിലേഷൻ കൂടിയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പം ഇതിൽ കുറച്ചുകൂടി നെഗറ്റീവ് കോറിലേഷനൊക്കെ വരുന്നുണ്ട്. അത്ര റീഡിങ്സ് ഒക്കെ എടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാർക്ക് ഡൗൺ ചെയ്തിട്ട് വയ്ക്കുക. പിന്നെ കോറിലേഷൻ ഇപ്പോൾ നമുക്ക് ഹൈ കോറിലേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹൈ കോറിലേഷൻ വരുന്ന ഫീച്ചേഴ്സ്, ഇപ്പോൾ ഹൈറ്റ് ഇൻ ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ആ ടൈമിൽ മാക്സിമം എങ്ങനെ ഹൈറ്റ് ഇൻ ഇഞ്ചസ് ഇതിൽ ഇല്ല കേട്ടോ, ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ ഹൈ കോറിലേഷൻ നീഡ് ടു ബി റിമൂവ്ഡ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. സോ ആ ഒരു ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും മാർക്ക് ഡൗൺ ചെയ്യുമ്പോൾ. ഓക്കെ, then ഈ ഒരു ഇത് തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ ഇതിൽ കുറച്ച് കോളംസ് ഇല്ലേ, അപ്പോൾ നമ്മൾ ആ ഹ്യൂന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തായിരുന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്സ് വേണമെങ്കിൽ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മേലെ പോകണല്ലേ. പിന്നെ ഓരോ ഫീച്ചേഴ്സ് തമ്മിലുള്ള അങ്ങനെ ജനറേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇത് ഔട്ട്കമുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത് കുറച്ചുകൂടി ഇൻസൈറ്റ്സ് എടുത്തിട്ട് ഏത് രീതിയിൽ ഫില്ല് ചെയ്യണം ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്, കണക്റ്റഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മ കോറിലേറ്റ് ചെയ്തപ്പോ നമുക്ക് കളയേണ്ടതായിട്ടൊന്നുമില്ല. ഇല്ല, അതിൽ കോറിലേഷൻ ഹൈ ആയിട്ട് വരുന്ന വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇതാണ് അങ്ങനെ വരിക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫില്ല് തന്നെ പറഞ്ഞിട്ട് മോഡും മീഡിയനും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യില്ലേ, അതിൽ ഏതാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യുക. ഫിഗർ ഫിക്സ് സൈസ്, ഇത് ഈ ഫിക്സ് സൈസ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഫിക്സ് സൈസ് തന്നെ വരും കേട്ടോ. നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ, അതങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിക്സ് സൈസ് തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമായിട്ട് 2-3 ബോക്സ് പ്ലോട്ടും ഇതൊക്കെ ചെയ്ത് നോക്കുക എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ജെൻഡറും ചാർജസും തമ്മിൽ റിലേറ്റഡ് ആണോ അല്ല എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബോക്സ് പ്ലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പൊക്കെ ചെയ്ത് നോക്കുക. എക്സും വൈ ആക്സിസും പാസ് ചെയ്യില്ലേ, നമ്മൾ എക്സും വൈ എന്ന് മാത്രം പറഞ്ഞിട്ട് കുറച്ച് പാസ് ചെയ്തായിരുന്നു. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പാസ് ചെയ്ത് കൊടുക്കാം. y is equal to ആ ഒരു ഔട്ട്കമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിൻ്റെ കാര്യം എന്താ, ചാർജസ് പിന്നെ എവിടെ നിന്നാണ് ഡാറ്റ എടുക്കണമെന്നുള്ളത്. വേറെ കസ്റ്റമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ടിങ് മാത്രം, നോർമൽ പ്ലോട്ടിങ് മാത്രം. ഇപ്പോൾ ചിലതിൽ ബോക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഒരു കളർ മെൻഷൻ ചെയ്യുന്ന ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ട് ജസ്റ്റ് plt.show എന്ന് കൊടുക്കുക. അപ്പോൾ മാറ്റ്പ്ലോട്ലിബും ഇതും കൂടി യൂസ് ചെയ്തിട്ടാണ് plt.show.
സോ അതിൽ ഔട്ട്ലെയേഴ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ഇതിനൊക്കെയാണ് ഈ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു ഇപ്പോൾ സ്മോക്കർ എന്നുള്ള ആ ഒരു കാറ്റഗറിയും ഔട്ട്കംസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫൈൻഡ് ചെയ്തത് സ്മോക്കർ ഈ ഒരു സ്മോക്കർ എന്നുള്ള ടൈപ്പ് ഇല്ലേ, പറഞ്ഞോ. നോവെന്ന് എഴുതിയിരിക്കണ അവിടെ എന്താണ് ഒരു ഇതല്ലേ ഈ റൗണ്ട്സ് ആണോ? അത് ആക്ച്വലി ഔട്ട്ലെയേഴ്സ് വാല്യൂസ് പോലെയാണ് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് ഉണ്ടാവുമല്ലോ, നോ എന്നുള്ള ഒരു കോളത്തിൻ്റെ വാല്യൂവിൻ്റെ നോർമൽ റേഞ്ച് ഉണ്ടാവും. അതിൻ്റെ മേലേക്കാണ് ആക്ച്വലി ഇത് പോയേക്കണത്. ആൻഡ് ഇതിന്ന് കൂടുതൽ ഇതിപ്പോൾ ചാർജസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണം ഔട്ട്കം. സോ ആ ഒരു സ്മോക്കർ എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സ്മോക്കിങ് ചെയ്യുന്ന ആൾക്കാർ നേരത്തെ മരിച്ചു പോകാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ അവർക്ക് ഈ ഒരു ഇൻഷുറൻസ് എമൗണ്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ എമൗണ്ട് വരുന്നത് ഈ സ്മോക്കേഴ്സിനാണ് വരുന്നത്. കൂടുതലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ എമൗണ്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, അവർ നേരത്തെ മരിച്ചു പോകണമെന്ന്. ഓക്കെ, സ്മോക്കിംഗ് ഇല്ലാത്ത ആൾക്കാർക്ക് ആ ഒരു റേറ്റ് കുറവാണ് ഇൻഷുറൻസ് പോകാനുള്ളത്. ബട്ട് സ്റ്റിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് നോർമലി ഈ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ നോന്ന് സെറ്റ് ചെയ്ത ആ ഒരു ഇൻഷുറൻസിൻ്റെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി പേയ്മെൻറ്റ് പോകുന്നത്, ഇൻഷുറൻസ് എമൗണ്ട്സ് വരുന്നത് ഈ ഒരു കാറ്റഗറിക്കാണ്, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്. സോ അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് നോർമൽ റേഞ്ചിൻ്റെ പുറത്തേക്ക് വെക്കുന്നുണ്ട്, പക്ഷെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇതായിട്ട് വരുന്നില്ല. ഇപ്പം നോ എന്നുള്ളത് സ്മോക്കർ TF എന്തായിരുന്നു പേര്, സ്മോക്കർ അവളങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് നോ എന്നുള്ളത് 1064, എസ് എന്നുള്ളത് 274. സോ ഇതിൽ കൂടുതലും നോ എന്നുള്ള ഒരു ടൈപ്പാണ്. പക്ഷേ ആ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചാർജസുമായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചാർജ് ചെയ്യുന്നത് ഇതൊക്കെ വെച്ചിട്ട്. ഇതും ഈ ഒരു വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സും ഡിഫറെൻ്റ് ആണ്. ഇതിൽ നോ എന്നുള്ളത് കൗണ്ട് വരുന്നത് ആക്ച്വലി 1064 വരുന്നുണ്ട്, എസ് എന്നുള്ളത് 274 വരുന്നുണ്ട്. ഇതിൽ സ്മോക്ക് ചെയ്യുന്നവരുടെ കൗണ്ട് ആക്ച്വലി കുറവാണ്, പക്ഷെ അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് എമൗണ്ട് കുറച്ച് ഹൈ ആണ്. ഏർലി സ്റ്റേജിൽ ഡെത്ത് കൺഫേം ആവുന്നതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഡൗട്ടാണോ? ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ നോർമലി റിയൽ വേൾഡിൽ എന്താണ് ഇതെന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നേരത്തെ ഈ ഒരു സ്മോക്ക് ചെയ്യുന്നവർ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നോർമലി ഈ സ്മോക്ക് ചെയ്യുന്നവർ നേരത്തെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് എമൗണ്ട് ഒരു ഹൈ എമൗണ്ട് നേരത്തെ വരുമല്ലോ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ. ക്ലിയർ ആണോ? അതിൽ ജസ്റ്റ് ജെൻഡർ വൈസും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടാത്തത് നോക്കുക. ഇത് മാർക്ക്ഡൗണാണല്ലേ, വേണമെങ്കിൽ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വയ്ക്കുക മാർക്ക്ഡൗണും എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്നുള്ളത്. ഇതിൽ എന്തായിരുന്നു അതിൻ്റെ പേര്,
ഇത് ആക്ച്വലി ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ റീജിയൻ്റെ വൈസ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. സോ ഒറ്റ പ്ലോട്ടിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് വരുന്നത്. ഇപ്പോൾ ഇത് അതിൻ്റെ ചാർജസ് ആണ് 60,000 എമൗണ്ട് വരെ വരുന്നുണ്ട്. ഇത് കമ്പാരിസൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൗത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും വേറെ 2 ടൈപ്പും ഇല്ലേ. ഇതിൽ ആക്ച്വലി ഈ ഒരു റീജിയണിൽ വരുമ്പോൾ ഈ ഔട്ട്ലെയേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണക്കാക്കാം. അല്ലാത്തത് ഓരോതും ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് വാല്യൂസ് വ്യത്യാസം വരുന്നുണ്ട്. ഓരോ റീജിയൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് വാല്യൂസ് നോർമലി വ്യത്യാസം വരുന്നുണ്ട്. സോ ഇത് ആക്ച്വലി വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റീജിയൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പുറത്തേക്ക് വരുന്നതാണ് ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കുന്നത്. സോ അത് കറൻ്റ്ലി അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂസ് ഇല്ല. ബട്ട് ഏത് റീജിയണിലാണ് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നത്, ഇപ്പോൾ സൗത്ത് ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈ എമൗണ്ട് അവിടെ ക്ലെയിംസ് വരുന്നുണ്ട്, ഇൻഷുറൻസ്. ഓക്കെ, 60,000 മേലേക്ക് ക്ലെയിംസ് വരുന്നുണ്ട്. സോ അത് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ചെക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലാണ് കുറച്ചുകൂടി ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഹൈ എമൗണ്ട് ഓഫ് ഇൻഷുറൻസസ് ക്ലെയിം വരുന്നത് ഈ ഒരു ഇതിലാണ്. സോ അങ്ങനത്തെ ഫൈൻഡിങ്സ് വരിക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബേസ് സിമിലർ ആയിരിക്കും, ഒരു മിനിമം എമൗണ്ട് ഒന്ന്. പിന്നെ ബാക്കിയുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് കുറച്ചുകൂടി ഹൈ ആയിരിക്കും. അപ്പോൾ ഇതും ബാക്കിയുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ഇതിലാണ് കൂടുതലായിട്ട് വരുന്നത്, ഈ സൗത്ത് ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും. അതുകൊണ്ട് അങ്ങനെ ഇട്ടുവെന്നുള്ളൂ. വേണമെങ്കിൽ പിന്നെ ഈ ഒരു ഇൻസൈറ്റ്സ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ എന്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഈ ഇൻസൈറ്റ്സ് വെച്ചിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു കാറ്റഗറിക്കൽ വേരിയബിൾസിൻ്റെ ആ ഒരു ഇത് ചാർജസുമായിട്ട്, അതായത് ഔട്ട്കമ്മുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്, എന്തൊക്കെ ഡിഫറൻസസ് ആണ് വരുന്നതെന്നുള്ളത്. സോ സ്മോക്കർ എന്നുള്ള ഒരു ടൈപ്പിൽ കൂടുതൽ ഇതിന്ന് ഈ ഒരു ജെൻഡർ വൈസും പിന്നെ സ്മോക്കർ ആണോ അല്ല എന്നുള്ളതും പിന്നെ റീജിയൻ വൈസും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വരുന്നുണ്ട്. സോ ഇതിനെ എൻകോഡിംഗ് എന്നുള്ള ഇതിലേക്ക് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ ലേബൽ എൻകോഡിങ് ഇമ്പോർട്ട് ചെയ്ത് തോന്നുന്നു. ഓക്കെ, ലേബൽ എൻകോഡിങ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെ റാങ്കിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഇപ്പോൾ മെയിലാണോ ഫീമെയിലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റാങ്കിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. ജെൻഡർ ആയാലും പിന്നെ സ്മോക്കർ ആണോ നോൺ സ്മോക്കർ ആണോ അതിലും റാങ്ക് ഇഷ്യൂസ് അങ്ങനെ കാറ്റഗറിക്കലി അങ്ങനെ അതൊന്നും വരുന്നില്ല. സോ ഡയറക്റ്റ്ലി ലേബൽ എൻകോഡിങ് അങ്ങനെ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഔട്ട്കമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലോട്ടിങ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഇൻസൈറ്റ്സ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്, അത്രേ ഉള്ളൂ. സോ ജസ്റ്റ് എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഇത് കോൾ ചെയ്യുക, ലേബൽ എൻകോഡർ എന്ന് പറഞ്ഞിട്ട്. ഇതിലും ആ ഒരു ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുക. ആ കോളം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ജെൻഡറിൻ്റെ ആ ഒരു കോളം സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ലേബൽ എൻകോഡർ എന്താണോ യൂസ് ചെയ്തത്
ആ ഒരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് പിന്നെ fit_transform. fit_transform പറഞ്ഞു തന്നല്ലേ, ആ ഒരു വാല്യൂസ് എടുക്കുന്നതും അതിനെ കൺവേർട്ട് ചെയ്ത് ആ ഒരു റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഈ ഒരു ഇത്. ഇനി ഒരു 2 ടൈപ്പും കൂടി ഉണ്ട്, ഈ ഒരു സ്മോക്കർ എന്നുള്ളതും റീജിയൺ എന്നുള്ളതും. അത് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കുക. സ്മോക്കർ സെയിം രീതിയിൽ LD.. ജസ്റ്റ് ഇനി വേറെ എന്തെങ്കിലും വിഷ്വലൈസേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. നോർമലി ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ എത്രമാത്രം ക്ലീൻഡ് ആയിരിക്കുന്നോ അത്രമാത്രം ബെറ്റർ പ്രഡിക്ഷൻസ് കിട്ടും. ഓക്കെ, ഇതിൽ ആ ഒരു ഔട്ട്ലേയേഴ്സ് അത്ര ഇതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം ബാക്കിയുള്ള എമൗണ്ട്സ് ഈ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. നോർമലി അങ്ങനത്തെ ക്ലെയിംസ് വരാനും ചാൻസ് ഉണ്ട്, ആ റീജിയൺ വൈസ് ഒക്കെ അങ്ങനെ ചേഞ്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് അത് നോക്കണ്ടെന്ന് പറഞ്ഞത്. എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. x ഒന്നുമില്ലെങ്കിൽ ഇൻഡെക്സ് ലൊക്കേറ്റ് വെച്ചിട്ട് കളക്ട് ചെയ്യുക. അതിലേക്ക് ആ ഒരു കോളത്തിൻ്റെ ആ ഒരു കോളനും കോമ റോയിൻ്റെ കോളത്തിൻ്റെ കോമ -1 ഇതിലിപ്പോൾ ലാസ്റ്റിലാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ലൊക്കേറ്റിലാണെന്നുണ്ടെങ്കിൽ ഏതാണോ എവിടെയാണോ, ഇപ്പോൾ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡെക്സ് പാസ് ചെയ്യുക ഇൻഡെക്സ് ലൊക്കേറ്റിന്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക, df.drop എന്ന് പറഞ്ഞിട്ടുള്ളത്. നോർമലി നമുക്ക് അങ്ങനെ ഇൻഡെക്സ് വൈസ് അങ്ങനെ കമ്പാരിസൺ ചെയ്ത് നോക്കിയിട്ട്, കമ്പാരിസൺ അല്ല, ഇൻഡെക്സ് വൈസ് യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ df.drop എന്ന് കൊടുക്കുക. ഇതിൽ ചെയ്യുന്നത് ആ ഒരു ഔട്ട്കത്തിൻ്റെ ഒരു പേര് പാസ് ചെയ്യുക, ചാർജസ്. ഇതിലിപ്പോൾ കോളം കളക്ട് ചെയ്യുമല്ലോ. നെക്സ്റ്റ് അത് ഏത് ആക്സിസിലാണെന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോ വൈസ് ആണ് കളക്ട് ചെയ്യുന്നത്. ആക്സിസ് =1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം വൈസ്, ആ ടോട്ടൽ കോളം ഡ്രോപ്പ് ചെയ്യുക. ഇതിന്ന് ഡാറ്റ ഫ്രെയിമിൽ ഇപ്പോൾ ടോട്ടൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ, ഫീച്ചേഴ്സ് ടോട്ടലി ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഔട്ട്കം ഉണ്ടാവും. ബട്ട് അതൊന്ന് ഈ ഒരു ചാർജസ് എന്നുള്ളത് ആക്സിസ് 1 എന്ന് പറഞ്ഞാൽ കോളം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചാർജസ് എന്നുള്ള കോളം മാത്രം ഡ്രോപ്പ് ചെയ്യുക, ആക്സിസ് 1 ചാർജസ് എന്നത് മാത്രം ഡ്രോപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് ഈ ഒരു ഏജ് തൊട്ട് റീജിയൻ വരെയുള്ളത് അങ്ങനെ കളക്ട് ചെയ്യുക. സോ df.drop എന്ന് പറയുമ്പോൾ അത്രയാണ് ചെയ്യുന്നത്. സോ അത് എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് കളക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അത് അങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്യുക. ഒന്നുമില്ല ഇൻഡെക്സ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക. കുഴപ്പമില്ലല്ലോ. df of charges എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡാറ്റ ഫ്രെയിമിൽ കോളംസ് കളക്ട് ചെയ്യില്ലേ, df എന്നുള്ളതിൽ ടോട്ടൽ ആ ഒരു ഡാറ്റ ഉണ്ടാവും, ഇൻക്ലൂഡിങ് ചാർജസ് ഉണ്ടാവും. സോ y എന്നുള്ളത് df.charges എന്ന് മാത്രമാക്കിയിട്ട് കളക്ട് ചെയ്യാം. റൺ ചെയ്യുക. ദെൻ അടുത്തതാണ് നമ്മുടെ ആ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ്. അത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടിനെയും ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റിംഗ് ഡാറ്റയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട്
എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് തന്നെ താഴത്തും യൂസ് ചെയ്യണം എന്നുള്ളൂ വൈറ്റ് ട്രെയിൻ. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെ സിമിലറാണ്. വൈറ്റ് ട്രെയിൻ, വൈറ്റ് ടെസ്റ്റ് ഈക്വൽ ടു ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് പാസ് ചെയ്യുക. എവിടെ നിന്നാണ് സ്പ്ലിറ്റിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ എടുത്ത എക്സും വൈ എന്നുള്ളതിന് അങ്ങനെ വേണമെങ്കിൽ പാസ് ചെയ്യാം വൈ എന്നുള്ളത്. പിന്നെ സ്പെസിഫൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ട്രെയിനിങ് സൈസ് എത്രയാണ്. ഇതിൽ കൊടുക്കുന്നത് ടെസ്റ്റ് സൈസ് റാൻഡം സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുക. ഇതിങ്ങനെ കൊടുക്കുന്നത് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒറ്റ ലൈനിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുമല്ലോ. ഇപ്പോൾ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ടൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. റീഡബിലിറ്റിക്ക് അങ്ങനെ ഒരു രീതിയിൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ലേ? ഓക്കെ, ട്രെയിൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് പ്രൊഡിക്ഷന് നോക്കും. എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പും എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പും അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരെണ്ണം 1 ഡയമെൻഷനും രണ്ടും 2 ഡയമെൻഷൻ്റെ ഇത് വരണം. ഇത് സ്പ്ലിറ്റ് ചെയ്തത് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രെയിനും എക്സ് ടെസ്റ്റും ഒരേപോലെ ആയിരിക്കണ്ടേ. ഇപ്പോൾ 20% ഇതിനും കൊടുത്തു 80% അതിനും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ഷേപ്പിലാണോ സ്പ്ലിറ്റ് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് പ്രഡിക്ഷന് കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ അത് കോൾ ചെയ്യുന്നത് ഒരു വേരിയബിൾ കൊടുക്കുക, മോഡൽ ഈക്വൽ ടു സെയിം നെയിം തന്നെ, അവിടെ ഇമ്പോർട്ട് ചെയ്ത സെയിം നെയിം തന്നെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എറർ വരും. മോഡൽ ഈക്വൽ ടു ലീനിയർ റിഗ്രഷൻ അത് കോൾ ചെയ്ത് വെക്കുക. ദെൻ ഇതിലോട്ട് ഫിറ്റ് ചെയ്യുന്നത് മോഡൽ ഡോട്ട് ഫിറ്റ്, ആ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. ഇല്ലല്ല, കാണാൻ പറ്റുന്നത്. അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ലോഡ് ചെയ്ത് വരും. ദെൻ വേണമെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻസും ഇതൊക്കെ വർക്ക് ചെയ്ത് നോക്കുക. df.coefficient എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് ഈ ഫീച്ചറും അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇതില്ലേ, ഇപ്പോൾ കോറിലേഷൻ ചെക്ക് ചെയ്തില്ലേ, അതേപോലത്തെ ഒരു ഇതാണ്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫൈൻഡിങ്സിനും ഇതിനൊക്കെയാണ് അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടി പ്ലോട്ട്സ് വേണമെങ്കിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് പ്രഡിക്ഷൻ കൊടുക്കുക. ypred ഈക്വൽ ടു എന്ത് വേരിയബിൾ നെയിം ആണെങ്കിലും കൊടുക്കാം. ഇപ്പോൾ മോഡൽ എന്നുള്ളതിലാണ് നമ്മുടെ ഇത് കിടക്കുന്നത്. സോ മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് പാസ് ചെയ്യാം.
ടെസ്റ്റിംഗ് ഡാറ്റയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ പാസ് ചെയ്യുന്നത്. ആ ഒരു ഇതിൽ ഇപ്പോൾ മോഡൽ വെച്ച് പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ ഇവാലുവേഷനാണ്. സോ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ മീൻ സ്ക്വയർഡ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ ആൻഡ് R2 സ്കോർ ഇത്രയാണ് ചെയ്ത് വെച്ചായിരുന്നത്. സോ അത് പാസ് ചെയ്യുന്നത് ഇതിൻ്റെ വൈ ടെസ്റ്റും വൈപ്രഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. സോ MA എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പാസ് ചെയ്യും ഒരു വേരിയബിൾ നെയിം. MA ഈസ് ഈക്വൽ ടു അവിടെ കോൾ ചെയ്ത് വെച്ചേക്കുന്ന മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പാസ് ചെയ്യുക. ഇതിൻ്റെ ആക്ച്വലി എറർ കളക്ട് ചെയ്യുന്നത് വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ, വൈപ്രഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡിക്റ്റ് ചെയ്ത നമ്മൾ ഈ പ്രൊഡിക്റ്റ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ അതുമാണ്. ജസ്റ്റ് MA പ്രിൻ്റ് ചെയ്യുക, എന്തോരം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. സോ ദെൻ മീൻ സ്ക്വയർഡ് എറർ ആണെന്നുണ്ടെങ്കിൽ MSc എന്ന് പാസ് ചെയ്യുക. മീൻ സ്ക്വയർഡ് എറർ സാറ് നമ്മളെ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ലേ ഇത്? അതായത് ലോസ് ഫംഗ്ഷൻ എന്നാണ് ഇതിന് പറയുക. എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ ഓക്കെ. ടോട്ടലി ക്ലീൻ ചെയ്തിട്ട് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയും. ഈ MSc ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. MSc മീൻ സ്ക്വയർഡ് എറർ ആ ഒരു ഹൈ വാല്യൂ വരുമ്പോൾ അത്രയും കറക്റ്റ് ചെയ്യാനുണ്ട് ആ ഒരു മോഡൽ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വൈ ടെസ്റ്റ് എന്നുള്ളതിൽ നമ്മുടെ ആക്ച്വൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ. ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് ഡാറ്റ നമ്മൾ ഇതിനെ കാണിക്കൂല. ആൻഡ് വൈപ്രഡ് എന്നുള്ളത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തെടുത്ത വാല്യൂ. വേരിയബിൾ നെയിംസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഈ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർലി ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എററാണ് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്യേണ്ടത്. ആ ഗ്രേഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവമായിരിക്കും. അത് മീൻ സ്ക്വയർഡ് എറർ ഇത്രയും ഹൈ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര എറർ റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്വയേർഡ് ആയിട്ടല്ലേ വരിക. അതിലൊരു സ്ക്വയർ കൂടുതൽ പെനാൽറ്റി അപ്ലൈ ചെയ്തിട്ട് മാക്സിമം അതിനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ആ ഒരു ഇത് വരുമ്പോഴാണ് ഈ മോഡൽ ആക്ച്വലി ഫസ്റ്റ് ട്രൈയിൽ തന്നെ 100% ബെറ്റർ ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഡാറ്റയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, പ്രീ പ്രോസസ്സിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമായിരിക്കും, അങ്ങനത്തെ ഇതിലൊക്കെയാണ്. സോ അത് മാക്സിമം ക്ലീൻഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ പ്രൊഡിക്ഷൻസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് ചെയ്ത് വരേണ്ടി വരും ഗ്രേഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇതിൽ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മീൻ അബ്സല്യൂട്ട് എറർ, മീൻ സ്ക്വയർഡ് എറർ, R2 സ്കോർ, പിന്നെ റൂട്ട് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയും. അത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. ഈ സ്ക്വയർ കണക്കാക്കില്ല, പക്ഷെ ജസ്റ്റ് RMS എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാവും. സോ R2 സ്കോർ എന്ന് പറയുമ്പോൾ R2 എന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് R2 സ്കോറിൻ്റെ അത് പാസ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാത്തിനും കളക്ട് ചെയ്യേണ്ടതെന്നുള്ളൂ, വൈ ടെസ്റ്റും വൈപ്രഡും. ആ ഒരു ഡിഫറൻസ് ആണ് എല്ലാത്തിലും. എല്ലാം ലോസ് ഫംഗ്ഷൻ തന്നെയാണ്, വൈ ടെസ്റ്റും വൈപ്രഡും പാസ് ചെയ്യുക. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് അതിൻ്റെ എറർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ R2 എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, 0.78. ഇത് മറ്റേ അക്യുറസി പോലെയാണ്. എത്ര ഹൈ ആവുന്നോ അത്ര നല്ലതാണ് R2 സ്കോർ. സ്റ്റിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മറ്റേൽ 7-8 എന്നൊക്കെ പറയുമ്പോൾ 78% വരില്ലേ ക്ലാസിഫിക്കേഷനിൽ, അതേപോലെ തന്നെയാണ് ഈ ഒരു R2 സ്കോറും വർക്ക് ചെയ്യുക. ഇത് നമ്മൾ മറ്റേൽ ഡാറ്റയൊക്കെ കുറച്ചുകൂടി ക്ലീൻ ചെയ്യുക, ആൻഡ് ബെറ്റർ ഇൻസൈറ്റ്സ് വെച്ചിട്ട് ഫീച്ചർ ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയില്ലേ. സെയിം മെത്തേഡ്സ് ഇവിടെ. അത് 100%ക്ക് എത്തിക്കണം എന്നില്ല. മാക്സിമം പോസിബിലിറ്റി എത്രയാണോ ട്യൂണിങ്ങും ഇതൊക്കെ ചെയ്യൂലേ ഈ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഈ മോഡൽസിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ മേ ബി അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ ഈ 78 എന്നുള്ളത് മേ ബി ഒരു 85 അങ്ങനെ മതി. ഇതിപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് തമ്മിൽ മെഡിക്കൽ ചാർജസിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് തമ്മിൽ 78% ഓഫ് വേരിയൻസ് എന്നൊക്കെയാണ് ഈ ഒരു R2 സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ മീനിങ്. ഓക്കെ, അതായത് പ്രോപ്പർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടായിരുന്നില്ലേ പ്രഡിക്ഷൻ്റെ ഇതിന്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് പ്രഡിക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ വാല്യൂസ് പാസ് ചെയ്യുക. PLT ഡോട്ട് മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ലിസ്റ്റായിട്ട് പാസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ കൊടുത്തിട്ട് മറ്റേ കോള് വരണ്ട എന്തെങ്കിലും കൊടുക്കുക ഒരു ഇത്. എന്നിട്ട് നമ്മൾ ലിസ്റ്റായിട്ട് പാസ് ചെയ്യില്ലേ, ന്യൂ കസ്റ്റമർ ഈക്വൽ ടു ഈ വാല്യൂസ് ഇല്ലേ, ഇത് ഈ വാല്യൂസ് ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ടോട്ടലി ന്യൂമറിക്കലാണല്ലോ. ഈ വാല്യൂസ് തന്നെ ഇപ്പോൾ ഒരു ഡാറ്റ ഫ്രെയിം എന്തെങ്കിലും ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് വാല്യൂസും കൊടുക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് ഒരു കസ്റ്റമർ ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കണേ. നമുക്കപ്പോ ഒരുപാട് വാല്യൂസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രഡിക്ഷൻ ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഈ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡില്ലേ അതുകൂടിയും കൊടുത്തിട്ട് വാല്യൂസ് മാത്രം ഡയറക്റ്റ്ലി പ്രൊഡിക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കണമെന്നുള്ളൂ. നമ്മൾ നേരത്തെ ഒരു കളറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തില്ലേ, കീ വാല്യൂസ് ആയിട്ട് എടുത്തിട്ട് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്വലൈസേഷൻ ചെയ്തപ്പോൾ ചെയ്തില്ലേ, ആ ഒരു മെത്തേഡാണിത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് പാസ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോക്കർ നെക്സ്റ്റ് സ്മോക്കർ ഇപ്പൊ നമ്മ പ്രഡിക്ഷന് വേണ്ടി വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പൊ റീജിയൻ ന്യൂമറിക്കൽ ആയിട്ടാണ് കൊടുക്കണ്ടേ. അതിപ്പോ നമുക്ക് ഏത് 3 ഏതാണ് 2 ഏതാണ് എങ്ങനെ ഇതിപ്പോ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം പ്രിന്റ് ചെയ്യിച്ചിട്ട് അതിലുള്ള വാല്യൂസ് അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണേ.
ഇപ്പൊ റീജിയൻ ഇപ്പൊ കുറച്ചുള്ളൂ ഈ വാല്യൂല്. ഇപ്പൊ കൊറേ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് എടുക്കുക. അപ്പോൾ അതിലെല്ലാം കൂടി ഉണ്ടാവും. ഇതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഓരോ പ്രൊഡിക്ഷൻസ് അങ്ങനെ മാറി മാറി വരും. മോഡൽ എത്ര ബെറ്റർ ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ആ ഒരു ചേഞ്ചസ് വരും. എങ്ങനെയാണ് കൊടുക്കുക? പ്രൊഡിക്ഷൻ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്ത മോഡലിലാണ് ആക്ച്വലി എവിടെ ഈ മോഡലിലാണ് ആക്ച്വലി പ്രൊഡിക്ഷൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഇതുള്ളത്. അപ്പോൾ പ്രൊഡിക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക, മോഡൽ ഡോട്ട് പ്രൊഡിക്റ്റ് ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട്, അത് പാസ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും വാല്യൂസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ 35 അതിൻ്റെ ഒരു ഓർഡറില്ലേ, ആ ഓർഡറിൽ ഇതിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. 35 1 28 അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. അപ് ടു ഈ 1 വരെ കോമേറ്റ് പാസ് ചെയ്ത് കൊടുത്താലും അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഈ പ്രോപ്പർ ഓർഡറിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഈ റീജിയൻ വരെയുള്ള അതേ ഓർഡറിൽ അതിൻ്റെ വാല്യൂസ് കൊടുക്കണം. ഇപ്പോൾ ഏജ് കഴിഞ്ഞിട്ട് റീജിയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ജെൻഡർ ഏകദേശം സിമിലർ ആയിട്ടാകും വരുന്നത്. പക്ഷേ ഏജ് കഴിഞ്ഞിട്ട് BMI ആണ് കൊടുക്കണമെന്ന് വെക്കുക. അപ്പോൾ ഈ 27 എന്നുള്ള വാല്യൂ അല്ലേ രണ്ടാമത് വരിക. അപ്പോൾ ഈ ജെൻഡർ എന്നുള്ളതിൽ 27 എന്നുള്ളത്, അപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ? ഇത് ചേഞ്ച് ചെയ്ത് തന്നെ കൊടുക്കണം. ടൈമായിട്ട് അങ്ങനെ ഇതുണ്ടാവില്ല. ഈ വാല്യൂസ് ചേഞ്ച് ചെയ്ത് തന്നെ കൊടുക്കണം. വേറെ മോഡൽ എടുത്താലും ഇങ്ങനെ എടുക്കണം. ഇപ്പം ഇതിൻ്റെ ഇൻഷുറൻസ് 7012 എന്നാണ് വരുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക. 6741. പിന്നെ ജെൻഡർ ഏജോ അല്ലെങ്കിൽ ഒരു 40 കൊടുക്കാം. സോ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ഇതിനനുസരിച്ച് ഈ മോഡൽ പ്രോപ്പറായിട്ട് ലേൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂസിനനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്ത് വരും. ഇതിങ്ങനെ കൊടുത്താൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോമറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഏതാണെന്ന് ഇങ്ങനെ നോക്കണ്ടേ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഏതാണ് പ്രോപ്പറായിട്ട് വാല്യൂസ് വരുന്നത് നോക്കുക. അപ്പോൾ BMI ഒരു 33 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ആൻഡ് ചിൽഡ്രൻ മേ ബി ഒരു 3 ആൻഡ് സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് നോക്കും. 33,778. നമ്മൾ ആ ബോക്സ് പ്ലോട്ട് ചെയ്തപ്പോൾ ഈ സ്മോക്കർ എന്നുള്ള ടൈപ്പിന് കുറച്ചുകൂടി ഹൈ എമൗണ്ട് വന്നായിരുന്നില്ലേ. ഇപ്പം സ്മോക്കർ അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എത്ര വരും നോക്കുക. 10,000 ഒക്കെ വരുന്നുള്ളൂ. സ്മോക്കർ ആണെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇതിനനുസരിച്ചിട്ട് ഈ ഒരു ഇൻഷുറൻസ് എമൗണ്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, ചാർജസ്. മനസ്സിലായോ? ഓക്കെ, അതാണ് ആ ബോക്സ് പ്ലോട്ടിൽ നമ്മൾ ചെയ്തപ്പോൾ ആ ഒരു സ്മോക്കർ എന്നുള്ള ആ ഒരു ടൈപ്പിന് കുറച്ചുകൂടി ഹയർ എമൗണ്ട് അവിടെ ചാർജസിൽ വരുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുക. കുറച്ച് ഈ ഡാറ്റയും കൂടി അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ചാർജസ് എന്തിനാണ് വരുന്നത്, ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചാർജസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്തുക. ഡാറ്റയ്ക്ക് അനുസരിച്ച് അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ കോഡ്സ് മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എടുക്കുക എന്നില്ല. നമ്മൾ കുറച്ചുകൂടി ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ ടേംസ് വരുമ്പോൾ ഇതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കുക എന്നുണ്ടെങ്കിൽ ജെൻഡറിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഇവിടെ 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജെൻഡറാണ്. അപ്പോൾ 33,796 1 എന്ന് കൊടുത്തു. സോ ജെൻഡർ ഈക്വലി ആണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. 33 ആ ഒരു എമൗണ്ട് തന്നെയാണ് വരുന്നത്. സോ ഒരു ഇൻഷുറൻസ് എന്നുള്ളതിന് ഈ ടേം ആക്ച്വലി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു റാങ്കിങ് വൈസ് അല്ല ചെയ്യുന്നത്. ജെൻഡർ എന്നുള്ളത് അതിൻ്റെ ഏജ് എന്നുള്ളൊരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ
ഒരാൾക്ക് 22 ആയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ 40 ആയിരുന്നു 22, അത് കുറച്ച് കുറവാകുന്നുണ്ട് 22 എന്നുള്ളത്. ഒരു 50 ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ 36ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏജ് ഇൻക്രീസ് ആകുമ്പോൾ ആ ഒരു ഇൻഷുറൻസ് ചാർജസ് കുറച്ചുകൂടി കൊടുക്കുന്നുണ്ട്. ദെൻ ബോഡി മാസ് ഇൻഡെക്സ് ഒരു നോർമൽ റേഞ്ച് എത്രയായിരുന്നു? BMIയുടെ 53 വരുന്നുണ്ട് മാക്സ്. ഒരു 43,000 അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ BMIയുടെ മാക്സ് കൊടുത്തപ്പോൾ 43,000 വരുന്നുണ്ട്. ഏജും ഹൈ ആണ്. സോ ഇങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേർഡ് സെലക്ഷനും പറഞ്ഞായിരുന്നില്ലേ ഫീച്ചർ സെലക്ഷനിൽ, ഓർമ്മയുണ്ടോ? അതായത് കുറച്ച് ഫീച്ചേഴ്സ് ആദ്യം സെലക്ട് ചെയ്യും, അതിൻ്റെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്തിട്ട് എന്ത് ചേഞ്ചസ് അവിടെ വരുത്തുന്നുണ്ട്, ആ ഒരു പ്രൊഡിക്ഷനിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ട്, അക്യുറസി എന്തോരം മാറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അതാണിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഇങ്ങനെയല്ല ചെയ്യുന്നത്. അത് ആക്ച്വലി അക്യുറസി ഈ സ്കോറും ഒക്കെയാണ് നോക്കുക. പക്ഷേ ഈ സ്കോറ് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജെൻഡർ എന്നുള്ളത് ചേഞ്ച് ചെയ്തപ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അതിനെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ഫീച്ചേഴ്സ് നമുക്ക് അങ്ങനെ ചേഞ്ച് വരുത്തിയാലും ഈ ഒരു പ്രഡിക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അങ്ങനത്തെയൊക്കെയാണ് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഇതിൽ പ്രഡിക്ഷൻസ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടലി ആ ഒരു എൻകോഡ് ചെയ്തെടുത്തൊക്കെ പ്രോപ്പർലി ആ ഒരു പ്രഡിക്ഷനിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. കാരണം ഇതും ആ ഒരു കാറ്റഗറിക്കൽ ഉണ്ടായിരുന്ന ഈ സ്മോക്കർ ആയാലും റീജിയൻ ആയാലും ഏതായിരുന്നു ജെൻഡറോ, ആ ജെൻഡർ ആയാലും ഇതിന് ഇൻഷുറൻസിന് അല്ലെങ്കിൽ ഈ ചാർജസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ആയിരുന്നു. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പ്രൊഡിക്ഷൻസിൻ്റെ ഒരു ഇൻസൈറ്റ്സും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക. എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്? ഇപ്പോൾ ഏജ് കൂടുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് കൂടുന്നുണ്ട്, ഒരു ഇതാണ്. ദെൻ ജെൻഡറിൽ അങ്ങനെ ഇൻഷുറൻസ് വ്യത്യാസം, ചാർജസ് വ്യത്യാസം വരുന്നില്ല. BMI കൂടുമ്പോൾ, ബോഡി മാസ് ഇൻഡെക്സ് കൂടുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട്. ചിൽഡ്രന് ഇപ്പോൾ 43,000 ആണ്, 42 ആയിട്ടുണ്ട്. ദെൻ ചിൽഡ്രൻ 41,000. സോ ചിൽഡ്രൻ കൂടുതലുണ്ടാകുമ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ട്. സ്മോക്കർ ആവുമ്പോൾ അവർക്ക് ഹൈ വാല്യൂ വരുന്നുണ്ട്, സ്മോക്കർ അല്ലാത്തപ്പോൾ അവർക്ക് വരുന്ന വാല്യൂ നോക്കുക 18,000. ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ റീജിയൺ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് നോക്കുക. റീജിയൺ ഇപ്പോൾ ഏതൊക്കെയാണ്? region dot discrepancy 10 1 2 3 ആ നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ആ ഒരു ഇതുണ്ടായിരുന്നില്ലേ. അപ്പോൾ റീജിയൺ അനുസരിച്ചിട്ട് ചേഞ്ച് വരുന്നുണ്ടോ നോക്കുക. 41,000 ആണ് ഈ ഒരു റീജിയണിൽ, 42,000 ആയിട്ടുണ്ട്. 0 എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് ആണ് തോന്നുന്നു. അത് ലേബലിംഗ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ടാവും. നമ്മൾ എൻകോഡിങ് ചെയ്യുമ്പോൾ ആ ഒരു ലേബലിംഗ് വരില്ലേ, ആ ഒരു ഓർഡർ എടുത്ത് നോക്കിയാൽ മതി. സൗത്ത് വെസ്റ്റ് ആണെന്ന് വയ്ക്കുക. സൗത്ത് വെസ്റ്റിൽ 42,000 ഉണ്ടായിരുന്നത് 0 ആക്കിയപ്പോൾ അതിന് 1 പാസ് ചെയ്ത് നോക്കുക. റീജിയണിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ആൻഡ് 2 സ്ലൈറ്റ്ലി ചെറിയ വേരിയേഷൻസ് വരുന്നുള്ളൂ. ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. 41,000 42,000 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. സോ റീജിയൺ വൈസും ആ ഒരു ഇൻഷുറൻസ് ചാർജസ് വ്യത്യാസമുണ്ട്. ഇത് ചെക്ക് ചെയ്തത് ഏകദേശം ഓക്കെ ആണോ? അതായത് ഒരു ഫൈനൽ അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട്സ് കുറച്ചുകൂടി
ഇത് മറ്റേ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും എന്തൊക്കെ ഇല്ലേ ക്ലാസിഫിക്കേഷനിൽ, അതേപോലെ തന്നെ ഇതിൽ കുറച്ച് എന്തോ റെസിഡ്യൂവൽ പ്ലോട്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീൽഡ് ഡോട്ട് ഈ മാറ്റ് ഡോട്ട് ലിബും സീബോണും വെച്ചിട്ട് തന്നെ കുറച്ചൊക്കെ സ്കാറ്റർ പ്ലോട്ടും ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഈ ഇപ്പോൾ ജെൻഡറും ഇതൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ടൈമും വെച്ചിട്ട് ഔട്ട്കമ്മായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇൻസൈറ്റ്സ് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ഫിഗറും ഇതൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത് നോക്കുക. പ്രൊഡിക്റ്റ് അല്ല, പ്ലോട്ട് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലല്ലോ. സോ ഇതിൽ മെയിനായിട്ട് വരുന്നത് ആക്ച്വലി ആ പ്ലോട്ടിങ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളല്ല, അതിൽ നിന്ന് എന്ത് ഇൻസൈറ്റ്സ് എടുക്കുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തെന്ന് ഇപ്പോൾ ആ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്തിലൊക്കെയാണ് കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് ജസ്റ്റ് ആ നമ്പേഴ്സ് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് മാക്സിമം കളക്ട് ചെയ്യുക. റിയൽ വേൾഡ് ഡാറ്റയിലൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം അങ്ങനത്തെ ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോഡ് എന്ത് വേണമെങ്കിലും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഇൻസൈറ്റ്സ് ആണ് മെയിനായിട്ട് വരേണ്ടത്. അത് പിന്നെ ട്യൂണിങ്, ഈ ഒരു മോഡലിന് ട്യൂൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 78 ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സൊക്കെയാണ് പിന്നെ നോക്കുക. നോർമലി നമുക്ക് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചോദിക്കുകയുള്ളൂ. ഒരു ടെസ്റ്റിനും ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും തന്നെ ചെയ്താൽ മതിയാവും. എന്തോ അല്ലെങ്കിൽ കുറച്ചുകൂടി വിഷ്വലൈസേഷനും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻസൈറ്റ്സ് പ്രോപ്പറായിട്ട് എഴുതണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കോഡിങ് ആവും. ഇപ്പോൾ ഇവിടെ നിന്ന് ബോക്സ് പ്ലോട്ടിൽ ഫസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇയാൾ ഹയർ ക്ലെയിം സ്കോർസ് ഫോർ സ്മോക്കർ എസ് ടൈപ്പ്. അങ്ങനത്തെ ഇൻസൈറ്റ്സ് മാക്സിമം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വേയിൽ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണോ? കോഡിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. അതിൽ നിന്നാണ് നമുക്കിത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ളത് ഒരാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ, ഇങ്ങനെ ഒരു കോഡ് യൂസ് ചെയ്ത് റൺ ചെയ്യിക്കുക എന്നുള്ള എല്ലാവർക്കും പറ്റും. പക്ഷെ അതിൽ നിന്ന് നമ്മളെന്ത് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫൈനലി വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡിക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിർത്താം. പക്ഷെ അതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് വരുമ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ ആണോ? ഒന്നര ആയിട്ടുണ്ട്. ഞാൻ ലോജിസ്റ്റിക് റിഗ്രഷനും കൂടി എടുക്കാണ്ട്. നിങ്ങൾ കഴിഞ്ഞിട്ട് വരുമോ? അതായത് കഴിച്ചിട്ടൊക്കെ അതോ പിന്നെ എടുക്കണേ? എന്താ ചെയ്യണ്ടേ? പിന്നെ മീൻസ് വൈകുന്നേരം നോക്കണം, പോയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-2:15 ആകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിപ്പോൾ ഇനി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പറയേണ്ടി വരില്ലല്ലോ ഈ ഒരു വിഷ്വലൈസേഷൻ ഇതൊന്നും. ഫസ്റ്റത്തെ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ചിലപ്പോൾ നോക്കി അങ്ങനെ വിട്ടാൽ മതിയാവും. പിന്നെ ഓരോ ടൈപ്പിൽ കട്ടായോ? സാർ ഈ ഫയലൊന്ന് അയച്ചു ഇപ്പൊ ചെയ്തേക്കണം. ഇപ്പം ചെയ്തതാ? കറന്റ് നമ്മ ഇന്ന് ചെയ്തേക്കണം. അത് മറ്റേ നോട്ടിൻ്റെ ഇതിൽ ഇട്ടാൽ മതിയോ? അല്ലെങ്കിൽ വേറെ ഇതിലിട്ടെങ്കിൽ അയച്ചു തരാം, ലിങ്ക് തരാം. ഓക്കെ, അത് മതിയാ മതി. ഓക്കെ. പിന്നെ ലോജിസ്റ്റിക്കിൻ്റെയും കൂടി ഇന്ന് കാണിച്ചു തരാം. അത് ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ് കേട്ടോ. ഇതിപ്പോൾ റിഗ്രഷൻ ടൈപ്പ് അല്ലേ, ആ നമ്പേഴ്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നല്ലേ. ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ആ നമ്പേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നില്ലേ. മറ്റേത് പറയുമ്പോൾ 0, 1 ആ ഒരു ടൈപ്പ് മാത്രമായിരിക്കും. 0, 1 എന്ന് പറയുമ്പോൾ അതിൽ 2 വേരിയബിൾസ് അല്ലേ പ്രൊഡിക്റ്റ് ചെയ്യാൻ ആക്ച്വലി വരുന്നുള്ളൂ. 0, 1 എന്ന് പറയുമ്പോൾ ലോജിസ്റ്റിക്കിൽ ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ് വരുന്നത്. ഇപ്പോൾ എസ് ഓർ നോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ 0, 1 എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ 0 വരും അല്ലെങ്കിൽ 1 വരും. അപ്പോൾ നമുക്ക് ആ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് നെയിം
ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നേ ഉള്ളൂ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ന്യൂമറിക്കൽ വേരിയബിൾസ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതിൽ ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ്, പക്ഷേ ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ്. സോ മെട്രിക്സ് അതൊക്കെ യൂസ് ചെയ്യുമ്പോഴും സെയിം രീതിയിൽ ക്ലാസിഫിക്കേഷൻ മെട്രിക്സ് തന്നെയാണ് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ എടുക്കാനുള്ളത് ഇതിൻ്റെ ഒരു ബൈനോമിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിഗ്രഷൻ ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു പോളിനോമിയലിൻ്റെ ടൈപ്സ് അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഇതെടുത്ത് പോകുമ്പോൾ തന്നെ ഈ എൻകോഡിങ് നോർമലി നമ്മൾ യൂസ് ചെയ്യില്ലേ, ഇപ്പോൾ തിയറി പറഞ്ഞു വന്നില്ലേ, ആ ഒരു സാധനങ്ങൾ ഇതിൽ തന്നെ കവർ ചെയ്ത് പോകും. നിങ്ങൾക്ക് ഓൾറെഡി തിയറി ഏകദേശം അറിയാലോ എടുത്തത്. അത് ഇതിൻ്റെ കൂടെ അങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ പോകും. ഇതിപ്പോൾ ഡയറക്റ്റ്ലി ഞാനത് നേരത്തെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ തിയറി അറിയണോണ്ട് അത് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് അങ്ങനത്തെ മാത്രം എനിക്ക് പറഞ്ഞു പോയാൽ മതിയാവും. ഓക്കെ, ഇതിപ്പം ഇന്നത്തെ കുഴപ്പമില്ലല്ലോ. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് പ്രീ പ്രോസസ്സിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ചെയ്യുക. വേറെ പ്ലോട്ട്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ചെയ്യുക. മാക്സിമം എത്ര ഡാറ്റ ക്ലീൻഡ് ആവുന്നോ അത്രയും ബെറ്റർ പ്രൊഡിക്ഷൻസ് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ചെറിയ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് അത്ര എഫക്റ്റീവായിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ വലിയ ഡാറ്റ സെറ്റൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സ് വരും, നല്ലോണം വരും. എൻകോഡിങ്ങിൽ സ്റ്റെപ്സ് ഉണ്ടാവും, ഔട്ട്ലേയേഴ്സ് ഹാൻഡിൽ ചെയ്യാനുണ്ടാവും, അങ്ങനെ കുറേ സ്റ്റെപ്സ് വരും. അപ്പോൾ ഔട്ട്ലേയേഴ്സ് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിലിംഗ് വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, അത് ആ ഒരു 2 ലൈൻ ഓഫ് കോഡ് തന്നെ ഉള്ളൂ. ജസ്റ്റ് എൻകോഡർ ടൈപ്പ് സ്കെയിലിംഗ് ടൈപ്പ് സ്റ്റാൻഡേർഡ് സ്കെയിലറോ ഏതെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. ഔട്ട്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റോബ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്യാം. ഇടയിൽ പറയുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ടു. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്ന്. ഓക്കെ, നോർമലി ഇത്രയൊക്കെയാണ്. ഒരു ടെസ്റ്റിൻ്റെ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ എത്രമാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നോ അത്രയും നല്ലതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? പിന്നെ ഈ ഒരു ഡിഫറൻസസ് പഠിച്ചു വെക്കണേ. ഇപ്പോൾ റിഗ്രഷൻ്റെ ആയാലും ക്ലാസിഫിക്കേഷൻ്റെ ആയാലും ആ റിപ്പോർട്ടിൽ വരുന്ന സാധനങ്ങൾ ഞാൻ അന്നൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ്റെ അത് തന്നില്ലേ, G4 അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. മാക്സിമം മെഷീൻ ലേണിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മോഡൽ ചെയ്ത് പോണതിൻ്റെ കൂടെ പുതിയ ഡാറ്റ സെറ്റ് എടുത്ത് ചെയ്യാനുള്ള ഞാൻ തരാം. അതിൻ്റെ കൂടെ ഈ സാധനങ്ങളും കൂടി നോക്കിപ്പോണം. ഈ മീൻ അബ്സല്യൂട്ട് എറർ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, മീൻ സ്ക്വയർഡ് എറർ എന്താണ്, അങ്ങനെയുള്ള ടേംസ് ഇല്ലേ, ഇക്വേഷൻ ടേംസ്, അത് ചോദിക്കുന്നതാണ്. അത് മാക്സിമം നോക്കി പോവുക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ മോഡലിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ വരെയുള്ള സാധനങ്ങൾ എടുത്തതിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ അപ്പോൾ നോക്കി പോവുക. സോ അങ്ങനെ നോക്കി പോകാമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് അത് അങ്ങനെ മറക്കില്ല. ചോദിക്കുന്നതാണ് ഇക്വേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഇക്വേഷൻ എന്താണ് ഡിഫറൻസ് എന്നുള്ളതൊക്കെ ചോദിക്കും. ഹൈ വരുന്നതാണോ ലോ വരുന്നതാണോ, വാല്യൂസ് ബെറ്റർ, എന്തുകൊണ്ടാണ് ഹീറ്റ് മാപ്സിൽ എന്തൊക്കെ ഡിഫറൻസസ് വരും, എങ്ങനെയാണ് റീഡ് ചെയ്യുക, അങ്ങനെയെന്നുള്ള ചെറിയ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ എന്തായാലും ചിലപ്പോൾ ചോദിക്കും. അത് മാക്സിമം പ്രിപ്പയർ ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, എന്നാൽ കഴിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ഒരു 2 മണി കഴിയും, 2:15 ആവും. സെയിം ലിങ്ക് തന്നെ ആവും കേട്ടോ. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താണ് സാർ അവൻ പോയിട്ടുണ്ടാവും. ഞാനത്